എത്തിയപ്പോഴേക്കും നമുക്കെല്ലാം അറിയാം, കോവിഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഓഫ്ലൈൻ ക്ലാസ്സുകൾക്ക് ബുദ്ധിമുട്ട് വന്നപ്പോൾ നമ്മുടെ ഈ ട്രെയിനിങ് പ്രോഗ്രാംസ് എല്ലാം അങ്ങനെ തന്നെ ഓൺലൈനിലേക്ക് സ്വിച്ച് ചെയ്യാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഏകദേശം 75-ൽ കൂടുതൽ 21 ഡേ ഓൺലൈൻ വാട്സപ്പ് ഓഡിയോ ക്ലാസ്സസ് സാറ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ അപ്ഗ്രഡേഷന്റെ ഭാഗമായിട്ടാണ് നവരത്ന ഓൺലൈൻ ട്രെയിനിങ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ നവരത്ന ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് പല ആളുകൾക്കും പല കൺസേൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആളുകൾക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷറി പാർട്ടായിട്ടാണ് ഇത് 4-ഡേ മൈൻഡോറ മിനി വർക്ക്ഷോപ്പ് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ക്ലാസ്സിൽ 2 ലൈവ് സെഷൻസും അതുപോലെ ഓഡിയോ സെഷൻസും ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ പരമാവധി എല്ലാവരും തന്നെ ഈ തരുന്ന ലിങ്കുകളായാലും കോഴ്സ് മെറ്റീരിയൽസിലായാലും ആക്റ്റീവായിട്ട് തന്നെ ഇൻവോൾവ് ചെയ്യുക. അതുപോലെ ഏറ്റവും നിങ്ങൾ എത്രത്തോളം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്നതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടാവുക. കാര്യം മുൻപായാലും പല ബാച്ചുകളിലായാലും എല്ലാവരും ആഡ് കണ്ടിട്ടും മറ്റുള്ള റെഫറൻസ് കണ്ടിട്ടൊക്കെ ഭയങ്കര ആവേശപൂർവ്വം കോഴ്സിൽ ജോയിൻ ചെയ്യും. പക്ഷെ അധികം ആക്റ്റീവ് ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ് കാണാറില്ല. അപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ള ഇപ്പോൾ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസും കാര്യങ്ങളെല്ലാം തരുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ആക്റ്റീവായിട്ട് എത്രത്തോളം നിങ്ങൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും ലൈഫിൽ നിങ്ങൾക്ക് മാറ്റങ്ങളും കാണാനായിട്ട് സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പല സംശയങ്ങളും കാര്യങ്ങളും ക്ലിയർ ചെയ്യാനായിട്ട് ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ പ്രദീപ് സാറും ഞങ്ങളുടെ ടീമും എപ്പോഴും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷണറി പാർട്ട് കഴിഞ്ഞു. നമുക്ക് മെല്ലെ ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് കിടക്കാം. പ്രദീപ് സാർ റെഡിയാണ്. പ്രദീപ് സാർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എല്ലാവരും പ്രദീപ് സാറിനെ നമുക്ക് വെൽക്കം ചെയ്യാം. എല്ലാവരും ഡയലോഗ് ബോക്സിൽ വെൽക്കം പ്രദീപ് സാർ എന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രദീപ് സാറിനെ നമുക്കൊന്ന് വെൽക്കം ചെയ്യാം. സാർ കേൾക്കുന്നില്ല. Okay. Thank you, Jibin. Thank you very much. Thank you, Abdul, Neetu, Anil Kumar, Harisri, Smita, Madhu, then Prasad, Maladi, Ahmad Sali. Welcome. Thank you. Remya, thank you. Okay. ഏതാണ്ടൊരു ബേസിക്കൽ കാര്യങ്ങളൊക്കെ ജിബിൻ സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കിത് ജിബിൻ താങ്ക് യു. ഞാൻ ഈ ഇൻഫർമേഷൻസിലേക്ക് കടന്നോട്ടെ. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? ആണെങ്കിൽ ഒന്ന് യെസിന്റെ വൈ ഒന്ന് ടൈപ്പ് ചെയ്യാവോ? ഓഡിയോ ക്ലിയർ ആണെങ്കിൽ യെസിന്റെ വൈ ഒന്ന് ടൈപ്പ് ചെയ്തേ. പ്രസാദ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്, മധു ചെയ്തു, നീതു ചെയ്തിട്ടുണ്ട്. ഓക്കെ, അബ്ദുൾ മുനീർ, മലതി എല്ലാവരും ടൈപ്പ് ചെയ്തു. താങ്ക് യു. നിങ്ങളോട് ടൈപ്പ് ചെയ്യാൻ പറയുന്നത് എന്തിനാണെന്നറിയോ? നിങ്ങളെ ഇതിലേക്ക് ശ്രദ്ധ ആകർഷിപ്പിക്കുവാൻ വേണ്ടിയിട്ട്. നമ്മുടെ ബ്രെയിൻ ഏറ്റവും കണക്റ്റഡ് ആയിരിക്കുന്ന വിരൽ തുമ്പുകളിലാണ്. അപ്പോൾ ഈ വിരൽ തുമ്പുകൾ ഉപയോഗിച്ച് നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ഇങ്ങോട്ടേക്ക് തന്നെ ഫോക്കസ് ചെയ്യാനായിട്ടുള്ള ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാകും. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ടൈപ്പ് ചെയ്യുന്ന പറയുന്നത്. അല്ലാതെ ഈ വൈ കാണാനോ ഇതൊന്നും അല്ല. നിങ്ങളെ കൂടെ സജീവമാക്കുക, നിങ്ങളുടെ ബ്രെയിനെ സജീവമാക്കുക എന്നുള്ളൊരു സൈക്കോളജിക്കൽ അപ്രോച്ച് മാത്രമാണ് ഇത്. അത് ഏത് ഓൺലൈൻ ട്രെയിനിങ്ങിൽ ചെന്നാലും ഇത് ചെയ്യിക്കുന്നതിൻ്റെ പിന്നിൽ ഈ ഒരു സീക്രട്ട് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക, സഹകരിക്കുക. ഓക്കെ, താങ്ക് യു. നമുക്ക് ആരംഭിക്കാം. അതായത് ഇത് 4 ദിവസത്തെ ഒരു പരിശീലന പദ്ധതിയാണ്. ഇതിൽ ഇപ്പം നമ്മൾ പരിചയപ്പെടാനായിട്ട് ഇങ്ങനെ ഒരു മീറ്റ് വെച്ചു എന്നേ ഉള്ളൂ. ഇത് വെച്ചതിൻ്റെ കാരണവും വേറൊന്നുമല്ല. എല്ലാവരും ഒരു മാറ്റിവെച്ചു എന്നൊക്കെ ഉള്ളൊരു പരസ്യത്തിൻ്റെ ഇത് കണ്ടിട്ടായിരിക്കും നിങ്ങളുടെ 199 രൂപ ഇദ്ദേഹം എന്താ പറയുന്നത്, ഇത്രയല്ലേ ഉള്ളൂ.
ഓ, ടൈപ്പിംഗ് സീക്രട്ട് ഇപ്പോഴാണ് മനസ്സിലായത് അബ്ദുൾ മുനീർ. ഓക്കെ. ഇത് വേറെ ഒന്നും കൊണ്ടല്ല, എല്ലാം ഓൺലൈനിലും ചെയ്യിക്കുന്നതിൻ്റെ ഇതാണ്. നിങ്ങൾ ഇങ്ങോട്ടേക്ക് ഫോക്കസ് ചെയ്യിക്കാൻ വേണ്ടിയാണ്. നിങ്ങളുടെ ബ്രെയിനിൻ്റെ എപ്പോഴും ഇപ്പം നമ്മൾ എന്നെ ടെൻസ്ഡ് ആയിട്ടിരിക്കുകയാണെങ്കിലും നമ്മുടെ വിരൽത്തുമ്പുകൾ വഴി നമുക്കതിനെ ലൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കുറച്ച് സമയം നിങ്ങൾ തിരുമിയാൽ മാത്രം മതി, നിങ്ങളുടെ ആ ടെൻഷൻ കുറയും. കാരണം ബ്രെയിൻ ആക്ടിവേറ്റ് ആവുന്ന സമയത്ത്. അല്ലെങ്കിൽ ഇങ്ങനെ ചുമ്മാ ഈ വിരൽത്തുമ്പുകൾ ഇങ്ങനെ ഒന്ന് ചൂടാക്കിയാലും അത് നിങ്ങളെ സജീവമാക്കാൻ സഹായിക്കും. എനിവേ, അപ്പം ഈ ഒരു പരസ്യം കണ്ടിട്ടായിരിക്കും നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ 199 രൂപ എന്നുള്ളൊരു നിലയിൽ ഇതിനെ എടുക്കരുത്. ഇതിന്റെ മൂല്യം എന്ന് പറയുന്നത് ആദ്യത്തെ 4 ദിവസം നിങ്ങളുടെ ലൈഫിലെ നിങ്ങളുടേന്ന് മാത്രമല്ല, ഇന്ന് ലോകത്തിലുള്ള എല്ലാ മനുഷ്യനും ഉള്ള ഒരു പ്രശ്നമാണ് മാറ്റിവെക്കുക, മാറ്റിവെക്കുക, മാറ്റിവെക്കുക. ഈ മാറ്റിവെക്കാനുള്ള ടെൻഡൻസിയും ആ ഒരു ശീലവും നമ്മൾ 0 മുതൽ 12 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടം നമ്മളെ ഉണ്ടായിരുന്നു. കൊച്ചു കുട്ടികളായിരുന്നു. ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ കയറിപ്പോയ ഒരു പ്രോഗ്രാമാണ് നമ്മളെ ഇന്ന് ഈ കാണുന്ന ഒരു പേഴ്സണാലിറ്റിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അത് ഫോർമേഷൻ ഓഫ് മൈൻഡ് എന്ന് പറയും. മനസ്സിന്റെ രൂപീകരണ കാലഘട്ടം 0 മുതൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ നമ്മുടെ ഉള്ളിൽ ചില വിശ്വാസങ്ങൾ കടന്നുപോയി. ഈ വിശ്വാസങ്ങളുടെ ഏറ്റവും അടിത്തറയിലുള്ള വിശ്വാസമാണ് സെൽഫ് ട്രസ്റ്റ്. അവനവന് തന്നെ അവനവനിൽ വിശ്വാസം വരിക. ഒന്നാമതെ നിങ്ങൾ നോക്കിക്കൊള്ളുക, നിങ്ങൾക്ക് ആർക്കും അതില്ല. സെൽഫ് ട്രസ്റ്റ് ഇല്ല. അതിന്റെ കാരണം എന്താണ്? അല്ലെങ്കിൽ ഈ പരസ്യം കണ്ട് നിങ്ങൾ ഈ കോഴ്സിന് ചേരില്ല. മാറ്റിവെക്കുന്ന എന്തുകൊണ്ടാണ്? അവനവനോട് തന്നെ വിശ്വസ്തത പുലർത്താൻ പറ്റാതെ വരുന്നത് കൊണ്ടാണ് പലതും നമ്മൾ മാറ്റിവെക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആദ്യമേ പോയത് എന്താണ്? ബേസിക്കൽ ആയിട്ടുള്ള നിങ്ങളുടെ വിശ്വാസ്യതയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതാണ് സെൽഫ് ട്രസ്റ്റ്. സെൽഫ് ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും ഇതെന്താ വലിയ ആനോദര കാര്യം. അല്ല. ഞാൻ 9 മണിക്ക് വന്നേക്കാം, അവിടെ നിങ്ങൾ 9 മണിക്ക് ചെല്ലുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വിശ്വസ്തത കാണിക്കാൻ പറ്റുന്നില്ല. അളിയാ ഞാൻ രാവിലെ വിളിക്കാം, രാവിലെ നിങ്ങൾ വിളിക്കുന്നില്ല. നിങ്ങളോട് തന്നെ വിശ്വാസ്യത കാണിക്കുന്നില്ല. നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത് നിങ്ങളോട് വിശ്വാസ്യത കാണിക്കുക എന്നുള്ളതാണ്. അതിനെന്താണ് ചെയ്യേണ്ടത്? ഇപ്പൊ ഈ കോഴ്സിൽ വന്ന് പരിശീലനത്തിന് പങ്കെടുത്തു, ആദ്യമേ നിങ്ങൾ നിങ്ങളോട് വിശ്വാസ്യത കാണിക്കാൻ ഇന്ന് ആരംഭിക്കുക, ഇപ്പൊ ആരംഭിക്കുക. കാരണം ഇതിനെ നിങ്ങളൊരു ചെറിയ കോഴ്സായിട്ട് കാണണ്ട. ഈ 4 ദിവസം നിങ്ങളുടെ അടിത്തറയാണ് ബിൽഡ് ചെയ്യുന്നത്. അത്രയ്ക്കും സയന്റിഫിക്കൽ ആൻഡ് സ്പിരിച്വൽ ആയിട്ടുള്ള ആസ്പെക്ട്സുകളെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 4 ദിവസം എന്നല്ല, ആദ്യത്തെ 2 ദിവസത്തെ ക്ലാസ് തന്നെ നിങ്ങളെ അടിമുടി മാറ്റാനുള്ള എല്ലാ സാധനങ്ങളും ഉള്ളിൽ ചേർത്തിട്ടുള്ളതാണ്. ഇന്ന് നൽകുന്ന ക്ലാസ്സും നാളെ നൽകുന്ന ക്ലാസ്സും. പക്ഷേ ഇവിടെ നിങ്ങൾ നിങ്ങളോട് സെൽഫ് ട്രസ്റ്റ് കാണിക്കത്തില്ല. നോട്ട് ചെയ്ത് വെച്ചു. കാരണം ഈ കോഴ്സ് നാളെ ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് ഇട്ട് തരാം. ഇന്ന് ഞാൻ ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ ഫസ്റ്റ് ഡേ ക്ലാസ് ഇട്ട് തരും. അത് ഓപ്പൺ ചെയ്ത് പോലും നോക്കാത്ത ആളുകളെ നാളെ രാവിലെ ഞാൻ കാണിച്ചു തരാം. കാരണം അതിന് പോലും അവർ തയ്യാറാകുന്നില്ല, മാറ്റത്തിന് തയ്യാറാകാതെ നിൽക്കുകയാണ്. അവിടെയാണ് സെൽഫ് ട്രസ്റ്റ് നഷ്ടപ്പെട്ടത്. അപ്പൊ എന്തുവരും? രണ്ടാമത്തെ പടിയാണ് സെൽഫ് ബിലീഫ്. നിങ്ങളുടെ സെൽഫ് ബിലീഫ് പോയി. സെൽഫ് ട്രസ്റ്റ് ഇല്ലാത്തവന് സെൽഫ് ബിലീഫ് ഉണ്ടാവില്ല. സെൽഫ് ബിലീഫ് ഇല്ലാത്തവന് അതിന്റെ അടുത്ത മേലത്തെ പടിയാണ് സെൽഫ് കോൺഫിഡൻസ്. എന്താണ് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്? കോൺഫിഡൻസ് എന്ന് പറയുന്നതിനെ ആത്മവിശ്വാസം നമ്മൾ എന്താണ് ഈ ആത്മവിശ്വാസം? പുറത്ത് എന്തൊക്കെ പ്രശ്നങ്ങളും ബഹളങ്ങളും സാഹചര്യങ്ങൾ, ആളുകൾ, സംഭവങ്ങൾ എന്ത് തന്നെ ബാഹ്യമായിട്ട്, അതായത് പുറത്ത് സംഭവിച്ചാലും നമ്മുടെ ഉള്ളം തികഞ്ഞ ശാന്തതയിലായിരുന്നു കൊണ്ട് അറ്റ് എനി സർക്കംസ്റ്റാൻസസ്, അത് ഏത് സാഹചര്യത്തിലാണെങ്കിലും സന്ദർഭത്തിലാണെങ്കിലും, വാട്ട് ക്യാൻ ഐ ഡു നൗ, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇപ്പോൾ, ആ കാര്യത്തിനെ ഡു ഇറ്റ് നൗ. തികഞ്ഞ സംയമനത്തോടുകൂടി ശാന്തതയോടുകൂടി at any circumstances, what can I do now? Do it now. This is
സെൽഫ് കോൺഫിഡൻസ്. ഇതിനെയാണ് ഡിസിപ്ലിൻ നമ്മൾ പറയുന്നത്. ഇതിനെയാണ് സ്വധർമ്മം എന്ന് പറയുന്നത്. ഇവിടെയാണ് കോൺഫിഡന്റ് പേഴ്സൺ ആയി മാറുന്നത്. നിങ്ങൾ കോൺഫിഡന്റ് പേഴ്സൺ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാവും. ഞാൻ വേറൊരു രീതി ചോദിക്കാം. നിങ്ങളൊക്കെ പോസിറ്റീവ് പേഴ്സൺ ആണോ? ഒന്ന് ടൈപ്പ് ചെയ്തേ. പോസിറ്റീവ് പേഴ്സൺ ആണെന്നുള്ളവര് വൈ ടൈപ്പ് ചെയ്യും, അല്ല എന്നുള്ളവര് എൻ ടൈപ്പ് ചെയ്യും. ഒന്ന് ടൈപ്പ് ചെയ്ത് കാണട്ടെ ആരൊക്കെയുണ്ട്. മധു പോസിറ്റീവ് പേഴ്സൺ ആണ്. അബ്ദുൾ നോ ആണ്, അല്ല എന്ന് പറയുന്നു. ഹരിശ്രീ പോസിറ്റീവ് പേഴ്സൺ ആണ്. ദീപ്തി പോസിറ്റീവ് പേഴ്സൺ ആണ്. രമ്യ നോ ആണ് പറഞ്ഞ. പ്രസാദ് പോസിറ്റീവ് പേഴ്സൺ. അഹമ്മദ് അലി, എസ് കെ എൻ, ട്രിപ്പിൻ. അയ്യോ, നിങ്ങളൊക്കെ പേരാക്കുക കേട്ടോ. നീതു, സുചി. ഓക്കെ, എന്താണ് പോസിറ്റീവ് പേഴ്സൺ? എന്താണ് ഈ പോസിറ്റീവ് പേഴ്സൺ? അതിനെ അറിയുമോ നിങ്ങൾക്ക്? നിങ്ങൾ എല്ലാവരും പോസിറ്റീവ് പേഴ്സൺ ആണെന്ന് പറയും. യെസ്, വെരി ഗുഡ്. എന്താണ് പോസിറ്റീവ് പേഴ്സൺ? പുറത്ത് അല്ലെങ്കിൽ ബാഹ്യത്തിൽ എല്ലാ കാര്യങ്ങളും, എല്ലാ വ്യക്തികളും, എല്ലാ സാഹചര്യങ്ങളും നമ്മൾക്ക് പോസിറ്റീവായി ഇരിക്കുകയാണെങ്കിൽ നമ്മൾ പോസിറ്റീവ് ആയിരിക്കും. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ വീട്ടിൽ നിന്നുള്ള സാഹചര്യങ്ങളെല്ലാം നല്ല പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ പോസിറ്റീവ് ആയിരിക്കും. അനുകൂല സാഹചര്യങ്ങൾ, നല്ല മഴ ഒന്നും ഇല്ലാതെ നല്ല ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ പോസിറ്റീവ് ആയിരിക്കും. ഇച്ചിരി മഴ വന്നു, ഇടിവെട്ട് വന്നു, അല്ലെന്നുണ്ടെങ്കിൽ ബ്ലോക്കേജ് വന്നു, അന്നേരം നമ്മൾ പോസിറ്റീവ് ഒന്നുമല്ല. നിങ്ങൾ പുറമേ എന്തെല്ലാം സാഹചര്യങ്ങൾ, നിങ്ങളുടെ പോസിറ്റീവിനെ നിർണ്ണയിക്കുന്നത് ബാഹ്യത്തിലെ സാഹചര്യങ്ങളാണ്, സന്ദർഭങ്ങളാണ്, ആളുകളാണ്. അങ്ങനെയുള്ള നിങ്ങളാണ് പോസിറ്റീവ് പേഴ്സൺ ആയിരിക്കുന്നത്. പോസിബിലിറ്റി പേഴ്സൺ അല്ല നിങ്ങൾ. ഓൺലി പോസിറ്റീവ് പേഴ്സൺ. ആറ്റിറ്റ്യൂഡ് പേഴ്സൺസ് ജീവിതത്തിൽ വിജയിക്കാൻ പാടാം. കാരണം ലോകം എപ്പോഴും നമ്മളുടെ നേരെ എങ്ങനെ നിൽക്കണം? പോസിറ്റീവ് ആയിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് പോസിറ്റീവ് ആയിരിക്കാൻ പറ്റുള്ളൂ. അതർവൈസ് നമ്മൾ നെഗറ്റീവായി പോകും. നിങ്ങൾ നോക്കിക്കോ, ഈ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞ ആളുകളൊക്കെ നോക്കിക്കോ. നിങ്ങൾ കോൺഫിഡന്റ് പേഴ്സൺ അല്ല, ആറ്റിറ്റ്യൂഡ് പേഴ്സൺ ആണ്. നിങ്ങൾ പോസിബിലിറ്റി പേഴ്സൺ അല്ല, പോസിറ്റീവ് പേഴ്സൺ മാത്രമാണ്. പോസിബിലിറ്റി പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യത്തിലും എന്ത് അവസരങ്ങളെ എനിക്ക് കണ്ടെത്താൻ പറ്റും, എനിക്ക് എങ്ങനെ അത് ഉപയോഗിക്കാൻ പറ്റും എന്ന്. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞ സെൽഫ് കോൺഫിഡൻസ്. At any circumstances, what can I do now? Do it now. ഇതിനെയാണ് യഥാർത്ഥത്തിൽ കോൺഫിഡന്റ് പേഴ്സൺ എന്ന്. കോൺഫിഡൻസ് ഈസ് നോട്ട് ആൻ ആറ്റിറ്റ്യൂഡ്. അതൊരു ആറ്റിറ്റ്യൂഡ് അല്ല, ദാറ്റ്സ് ആൻ എബിലിറ്റി. കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒരു എബിലിറ്റി ആണ്. അത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം, ആർജിച്ചെടുക്കണം. അതർവൈസ് ബാഹ്യത്തിൽ നടക്കുന്ന സാഹചര്യങ്ങളും സന്ദർഭത്തിനും അനുസരിച്ച് നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവായി മാറിക്കൊണ്ടിരിക്കും. പോസിബിലിറ്റി പേഴ്സൺ ആകില്ല, കോൺഫിഡന്റ് പേഴ്സൺ ആവില്ല. ഇന്നത്തെ ഈ ലോകത്തിൽ, എസ്പെഷ്യലി ആഫ്റ്റർ കോവിഡ്, അവസരങ്ങൾ ഇങ്ങനെ ഈ ലോകത്തിൽ ഇങ്ങനെ വിശാലമായിക്കൊണ്ടിരിക്കുകയാണ്. ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ? അതിനനുസരിച്ച് നമ്മുടെ ലൈഫിൽ അപ്ഗ്രഡേഷൻ വരുത്താൻ പറ്റുന്നുണ്ടോ? ഇല്ല എങ്കിൽ എന്ത് പറ്റി? നിങ്ങൾ പോസിറ്റീവ് പേഴ്സൺ ആണ്. എപ്പോഴായിരിക്കും? ഓൺലി ബാഹ്യത്തിലെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ആളുകളും എല്ലാം നിങ്ങളോട് പോസിറ്റീവായിട്ട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ ആസ്പദമാക്കിയിരിക്കും. അപ്പൊ നിങ്ങളെ ഡ്രൈവ് ചെയ്യുന്നത് ആരാണ്? വെളിയിലുള്ള ഘടകങ്ങളാണ്. ആ വെളിയിലുള്ള ഘടകങ്ങൾ ശകലം മാറിപ്പോയി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലാം മാറ്റിവെക്കുന്നു. പിന്നെ ചെയ്യാം, നാളെ ചെയ്യാം. അവിടെ നിങ്ങൾ കോൺഫിഡന്റ് അല്ല. കാരണം അറ്റ് എനി സർക്കംസ്റ്റാൻസസ് വാട്ട് ക്യാൻ ഐ ഡു നൗ, ഡു ഇറ്റ് നൗ എന്ന സ്വധർമ്മം ചെയ്യാൻ നിങ്ങൾ കോൺഫിഡന്റ് ആകുന്നില്ല. ഈ കോൺഫിഡൻസിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ 4 ദിവസം എന്നോടൊപ്പം കൂടണം. കാരണം ഇതില്ലാതെ കടന്ന ഒരു അവസ്ഥയിൽ നിന്നും ഇന്ന് ഇങ്ങനെ ആകുന്ന ഒരു അവസ്ഥയിലേക്ക് എന്നെ എത്തിക്കാൻ സഹായിച്ചതും അനേകം ആളുകളുടെ ജീവിതത്തിനെ പരിവർത്തനപ്പെടുത്താൻ സഹായിച്ചതുമായ ഏറ്റവും ഷോർട്ടായിട്ട്, കംപ്രസ്ഡ് ആയിട്ട് അതിലെ
രത്ന ചുരുക്കം മാത്രമാണ് നിങ്ങൾക്ക് തരുന്നത്. അതായത് ചെയ്താൽ റിസൾട്ട് കിട്ടുന്നത് മാത്രമേ നിങ്ങൾക്ക് തരുന്നുള്ളൂ. കാരണം ഞാൻ അറിവല്ല പറഞ്ഞു തരുന്നത്, അനുഭവം പകർന്നു തരികയാണ്. ഞാൻ ജീവിച്ചതാണ്. അനേകം എൻ്റെ പാർട്ടിസിപ്പൻസ് ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ജീവിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതാണ്, മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾക്കും സാധ്യമാണ്. ആർ യു വില്ലിംഗ് ടു ചേഞ്ച്? എത്ര പേര് വില്ലിംഗ് ആണ്? യെസ് ഓർ നോ? ടൈപ്പ്. പ്രസാദ്, രമ്യ, ട്രിപ്പിൻ, മധു, സംഗീത, യെസ്. എല്ലാവരും യെസ് 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 യെസ്. ഞാൻ കോപ്പി ചെയ്ത് വെക്കും, വീഡിയോ എഴുതി വെക്കും. നാളെ കഴിഞ്ഞ് അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞ് ക്ലാസ് പോലും ഓപ്പൺ ചെയ്യാതെ ഇതിൽ ആരെങ്കിലും ഉണ്ടാവരുത്. കാരണം ഈ എടുക്കുന്ന തീരുമാനം, ദിസ് ഇസ് ഡിസിഷൻ. ഇത് ആഗ്രഹമായിരിക്കരുത്. കാരണം ആഗ്രഹം മാത്രമേ ഉള്ളായിരുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് തനിയെ മാറാൻ പറ്റാഞ്ഞതും മാറ്റുവാൻ പറ്റാഞ്ഞതും എല്ലാം മാറ്റിവെച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് പോയതും. ഇത് ആഗ്രഹമായിരിക്കരുത്. ഇത് നിങ്ങളുടെ 4 ദിവസത്തെ ലക്ഷ്യമാക്കി. ഇന്നലെ വരെയല്ല, ഇന്ന് ഈ 7 മണി വരെ ഉണ്ടായിരുന്ന വ്യക്തി ആയിരിക്കരുത്. അനിൽകുമാർ ആയിരിക്കരുത്, പ്രസാദ് ആയിരിക്കരുത്, അബ്ദുൾ മുനീർ ആയിരിക്കരുത്, മാലതി ആയിരിക്കരുത്, ഹരിശ്രീ ആയിരിക്കരുത്, മധുകുമാർ ആയിരിക്കരുത്. ഇന്ന് ഈ മീറ്റിംഗ് കഴിയുമ്പോൾ മുതൽ മുന്നോട്ടുള്ള 4 ദിവസങ്ങളിലും തുടർന്നുള്ള ജീവിതത്തിലും നിങ്ങൾ ചേഞ്ച് ആരംഭിക്കും. അവിടെ ഡിസിഷനാണ് വേണ്ടത്, ഡിസയർ പോരാ. ഈ ഡിസിഷൻ എടുക്കാൻ നിങ്ങൾ വില്ലിങ് ആണെങ്കിൽ നിങ്ങൾ ആക്ഷൻ എടുക്കും, അല്ലെങ്കിൽ നിങ്ങൾ ആക്ഷൻ എടുക്കില്ല. ഈ ക്ലാസ്സിന് 199 രൂപയല്ലോ, എങ്ങനെയെങ്കിലും കേൾക്കാം, എപ്പോഴെങ്കിലും കേൾക്കാം എന്നുള്ള നിലയിലല്ലാതെ അതിനപ്പുറത്തോട്ട് നിങ്ങൾ ഇതിനൊരു വാല്യൂ കൊടുക്കാതെ വരും. നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ചസ് അന്നേരം ഉണ്ടാക്കാൻ പറ്റില്ല. ബട്ട് ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു പരിവർത്തനത്തിന്റെ തുടക്കമായിരിക്കണം എന്ന് ആഗ്രഹിച്ച് ഈ കോഴ്സിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന ആരൊക്കെ ഉണ്ടോ, തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷന്റെ ആരംഭമായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് ഹാബിറ്റിനെ മറികടക്കാൻ എങ്ങനെയാണ് ചെറിയ ചെറിയ മെത്തേഡ്സിലൂടെ അത് സാധ്യമാക്കുക, അതടക്കമുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ആദ്യത്തെ ദിവസത്തെ ക്ലാസ് എന്ന് പറയുന്നത്, അതായത് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്, ജീവിതത്തിൽ എന്തെങ്കിലും നേടിയെടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സക്സസ്, അതാണ് സക്സസ്. ഈ സക്സസ് ആൻഡ് ഹാപ്പിനെസ് വി കാണ്ട് ഫോളോ ദം. അത് ഒരിടത്തും നമുക്ക് പിന്തുടർന്ന് എത്തിച്ചേരാവുന്നതേ അല്ല. കാരണം ഡൽഹിയിൽ ഇരിപ്പില്ല സക്സസ്, അമേരിക്കയിൽ ഇരിപ്പില്ല സക്സസ്, ലണ്ടനിൽ ഇരിപ്പില്ല. അല്ലെ, എൻ്റെ ഇവിടുത്തെ ജീവിതം കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയത്, ഇവിടെ നിന്ന് ഞാൻ എങ്ങനെയെങ്കിലും അമേരിക്ക ചെന്നിട്ട് ഞാൻ രക്ഷപ്പെടും എന്ന് പറയുന്നവർ രക്ഷപ്പെടത്തില്ല. കാരണം സക്സസ് അമേരിക്കയിലല്ല ഇരിക്കുന്നത്, സക്സസ് ലണ്ടനിലല്ല ഇരിക്കുന്നത്. സക്സസ് ആൻഡ് ഹാപ്പിനെസ് വി കാൻ ഫോളോ ദം, ബട്ട് ദേ ഫോളോ അവർ ആക്ടിവിറ്റീസ്. നമ്മളുടെ ആക്ടിവിറ്റിയെ പിന്തുടർന്ന് എത്തിച്ചേരേണ്ടതാണ് വിജയം എന്ന് പറയുന്നത്. ഞാൻ ഇന്ന് ഈ ഒരു സൂം മീറ്റിംഗ് പോലും വെച്ചേക്കുന്നതിനാണ്, ഈ 4 ദിവസം ക്ലാസ് സക്സസ് ആകണമെങ്കിൽ ഞാൻ ഇപ്പൊ തുടങ്ങുന്ന ഈ ആക്ടിവിറ്റീസ് ആണ് എൻ്റെ ഈ കോഴ്സിനെ സക്സസിലേക്ക് നയിക്കുന്നത്. ദിസ് ഈസ് ആക്ടിവിറ്റി, ഓൺലി വൺ ആക്ടിവിറ്റി. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഓരോ ക്ലാസ് തരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് അനേകം ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അത് നിങ്ങൾ ചെയ്യണം. ചെയ്താൽ നിങ്ങൾ പിന്തുടരുന്നത് എന്തിനെയായിരിക്കും? നിങ്ങളുടെ സന്തോഷത്തിനെയായിരിക്കും, നിങ്ങളുടെ വിജയത്തിനെയായിരിക്കും. ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പിന്തുടരുന്ന എന്തിനായിരിക്കും? നിങ്ങളുടെ പഴയ ശീലത്തിനെയായിരിക്കും, നിങ്ങളുടെ പഴയ സ്വഭാവത്തിനെയായിരിക്കും. സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്? സ്വന്തം ഭാവത്തിനെയാണ് സ്വഭാവം എന്ന് പറയുന്നത്. ആ സ്വന്തം ഭാവം എന്താണ്? ദാറ്റ് ഈസ് ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ് ഈസ് എവരിത്തിങ്. നിങ്ങളുടെ ഈ ആറ്റിറ്റ്യൂഡുകളിൽ മാറ്റം വരുത്തണം. സെൽഫ് ട്രസ്റ്റ്, സെൽഫ് ബിലീഫ്, സെൽഫ് കോൺഫിഡൻസ്. ഈ കോൺഫിഡൻസ് ലെവലിൽ എത്തുന്നവൻ എന്തിലേക്ക് എത്തും? സെൽഫ്
എസ്റ്റീമിലേക്ക് എത്തും. അഭിമാനിയായി മാറും. അവൻ അഭിമാനിക്കാവുന്ന തക്കത്തിലുള്ള നേട്ടങ്ങൾ അവൻ ഉണ്ടാക്കും. അവൻ മാത്രമല്ല, അവന്റെ ചുറ്റും അനേകം ആളുകൾക്കും അഭിമാനിക്കാൻ തക്കമുള്ള നേട്ടങ്ങൾ അവൻ ഉണ്ടാക്കുമ്പോഴാണ് സെൽഫ് എസ്റ്റീംഡ് പേഴ്സണായി അവൻ മാറുന്നത്. തീർന്നില്ല, അതൊക്കെ മേലെ ഒന്നുണ്ട്. അതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. നിങ്ങൾ എന്തായിട്ടാണോ ഒരു വിത്തായിട്ട് ഇവിടെയോട്ട് ജനിച്ചു വീണത്, ആ വിത്തിനെ പരിപോഷിപ്പിച്ച് വളർത്തി വലുതാക്കി അതിൽ നിറയെ പൂക്കളും കായ്കളും നിറയെ ഫലങ്ങളും ഉണ്ടാക്കുകയും അത് അനേകം ആളുകൾക്ക് പങ്കുവെച്ചു കൊടുക്കുകയും ചെയ്യുന്ന തലത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ എന്തായി മാറി? സെൽഫ് ആക്ച്വലൈസ്ഡ് ആയി മാറി. ഉദാഹരണം, രജനീകാന്ത്, മോഹൻലാൽ, യൂസഫ് അലി എടുത്തോ. ഇന്ന് സെൽഫ് ആക്ച്വലൈസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ബിസിനസ്സിലൂടെ അദ്ദേഹം ആക്ച്വലൈസ്ഡ് ആയി. കൊച്ചോസെഫ് ചിറ്റിലപ്പള്ളി ബിസിനസ്സിലൂടെ സെൽഫ് ആക്ച്വലൈസ്ഡ് ആയി. മോഹൻലാൽ അഭിനയത്തിലൂടെ സെൽഫ് ആക്ച്വലൈസ്ഡ് ആയി. മെസ്സി ഫുട്ബോളിലൂടെ സെൽഫ് ആക്ച്വലൈസ്ഡ് ആയി. നിങ്ങൾ എന്താവാനാണോ ഇവിടെ ജനിച്ചിരിക്കുന്നത്, നിങ്ങളാരും മെസ്സി ആവുകയൊന്നുമില്ല, നിങ്ങൾ കൊച്ചോസെഫ് ആവൂല, നിങ്ങളൊന്നും അതാവൂല. കാരണം നിങ്ങൾ യുണീക്കാണ്. എന്റെ ഈ ഒരു സ്വരം എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ ഈ ഒരു സ്വരം, ഈ കൈരേഖയൊക്കെ അങ്ങോട്ട് മാറ്റിവെക്ക്. ഈ ഒരു സ്വരം പോലും ഇന്നിവിടെ ജീവിച്ചിരിക്കുന്ന 800 ശിഷ്ടം കോടി ജനങ്ങളിൽ ഒരാൾക്ക് പോലും ഇല്ല. അത് എനിക്ക് മാത്രമുള്ളതാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്നതിലല്ല, ഇന്നിവിടെ ജനിച്ചു മരിച്ചുപോയ കോടാനുകോടികളിൽ ഒരാൾക്ക് പോലും ഈ സമാനമായ സ്വരം പോലും ഉണ്ടാവില്ല. അത്രയ്ക്കും യൂണിക്കാണ് ഞാൻ, നിങ്ങൾ ഓരോരുത്തരും. അതുകൊണ്ട് നിങ്ങൾ യൂസഫ് അലി ആകാനോ, നിങ്ങൾ ട്രംപ് ആകാനോ, നിങ്ങൾ നരേന്ദ്രമോദി ആകാനോ ഇങ്ങോട്ട് വരേണ്ട. നിങ്ങളാവാനായിട്ട് ഇവിടെ എത്തിയാൽ മതി. കാരണം നിങ്ങളാവാനാണ് ഇവിടെ ജനിച്ചിരിക്കുന്നത്, അല്ലാതെ മറ്റൊരാളാകാനല്ല. അവരിൽ നിന്ന് നമുക്ക് എന്ത് എടുക്കാം? അവരുടെ വിജയത്തിന് അവര് നേടാൻ ഉപയോഗിച്ച പല മാർഗങ്ങളെയും നമുക്ക് ടൂൾസ് ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതല്ലാതെ ഒരിക്കലും അവരാകാനോ അവരുടെ സ്വരമാകാനോ അവരുടെ ജീവിതമാകാനോ നമുക്ക് പറ്റില്ല. കുറച്ച് നല്ല അവരുടെ ശീലങ്ങളെ കോപ്പിയെടുക്കുക. കാരണം അവരാരും ഇഷ്ടമുള്ളത് ചെയ്തിട്ടല്ല ഇന്നിവിടം വരെ എത്തിയത്. ഒന്നുകൂടെ പറയാം, ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇന്ന് ജീവിതത്തിൽ എന്തെങ്കിലും നേടിയെടുത്തിട്ടുള്ള ഓരോ വിജയിയെ നിങ്ങൾ എടുത്തു നോക്കിയോ. അവരാരും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടല്ല അവരുടെ ജീവിതത്തിൽ ഇതോരോന്നും കെട്ടിപ്പടുത്തത്. അവർക്ക് പോലും ഇഷ്ടമില്ലാത്ത, അവർക്ക് ഇഷ്ടമില്ല വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേക്കാൻ, അവർക്ക് ഇഷ്ടമില്ല എന്ന് യോഗ ചെയ്യാൻ, അവർക്ക് ഇഷ്ടമില്ല എന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ, അവർക്ക് ഇഷ്ടമില്ല കൃത്യമായ ഫുഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ, അവർക്ക് ഇഷ്ടമില്ല എന്നും വ്യായാമം ചെയ്യാൻ, അവർക്ക് ഇഷ്ടമില്ല എന്ന് കറക്റ്റായിട്ടുള്ള ഡെയിലി ടാസ്കുകളെ ഫോക്കസ് ചെയ്യാൻ. പക്ഷേ ഈ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ മാത്രം കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു ശീലം അവരുണ്ടാക്കി. ആ ശീലമാണ് അവരെ ഇന്ന് അവരെന്താണോ ആയിരിക്കുന്നത് ആ ആയിരിക്കാൻ സഹായിച്ചത്. അതുകൊണ്ട് നിങ്ങളോട് ഓരോരുത്തരോടും ഞാൻ പറയാണ്, സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഇഷ്ടങ്ങളാണ് നാളെ മുതൽ നിങ്ങൾ ബ്രേക്ക് ചെയ്യേണ്ടത്. ഇഷ്ടങ്ങൾ എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ശീലങ്ങൾ. നിങ്ങൾക്ക് 7 മണി വരെ കിടന്നുറങ്ങുന്നതായിരിക്കും ഇഷ്ടം, 8 മണി വരെ കിടന്നുറങ്ങുന്നതായിരിക്കും ഇഷ്ടം, വ്യായാമം ചെയ്യാത്തതായിരിക്കും ഇഷ്ടം, പ്രാണായാമം ചെയ്യാത്തതായിരിക്കും ഇഷ്ടം, എക്സസൈസ് ചെയ്യാത്തതായിരിക്കും ഇഷ്ടം. പക്ഷെ നിങ്ങൾ നാളെ മുതൽ 4:20 എഴുന്നേക്കാൻ ഒന്ന് വില്ലിങ് ആയിക്കേ. ഞാൻ എഴുന്നേറ്റിട്ട് എന്നാ ചെയ്യും? പേടിക്കണ്ട, ചെയ്യാനുള്ളതൊക്കെ തരാം ഞാൻ. എഴുന്നേറ്റാൽ ഉടനെ ചെയ്യാനുള്ള മെഡിറ്റേഷൻ, കോസ്മിക് പ്രെയർ കേൾക്കാനുള്ളത് തരാം. കാരണം ആദ്യമേ സോൾ ഫുഡ് കൊടുക്കണം, നമ്മുടെ മൈൻഡിന് ഫുഡ് കൊടുക്കണം, നേരെ സബ് കോൺഷ്യസിന് ഫസ്റ്റിലെ ഫുഡ് കൊടുക്കണം. എഴുന്നേറ്റ് വന്നാൽ നേരെ നെഗറ്റീവ് തോട്ട് ഉണ്ടാവരുത്. ആദ്യമേ പോസിറ്റീവ് ഫുഡ് കൊടുക്കുക. അതിനുശേഷം സോൾ ബാത്ത് ഞാൻ ഇട്ടുതരാം വീഡിയോ. നിങ്ങളെല്ലാവരും കുളിക്കുന്ന ആദ്യമേ തലയുടെ ഇവിടെയല്ലേ വെള്ളം ഒഴിക്കുന്നത്, അവിടെയല്ല ഒഴിക്കേണ്ടത്. ആദ്യം ആത്മാവിനെ കുളിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഉണ്ട്. ആ പ്രോസസ് ചെയ്യണം. അപ്പൊ നിങ്ങളുടെ കണ്ണുകൾക്കുണ്ടാവുന്ന തെളിച്ചം, നിങ്ങളുടെ ഹൃദയത്തിനുണ്ടാവുന്ന വെളിച്ചം, ആരോഗ്യം ഒരു 60 to 70% നിങ്ങളെ ഹെൽത്തി ആയിരിക്കാൻ സഹായിക്കുന്ന മെത്തേഡ് ഞാൻ വീഡിയോ ഇട്ട് തരാം. നിങ്ങളത് സ്റ്റാർട്ട് ചെയ്യണം. ഒരു 7 മിനിറ്റ് റിഫ്ലെക്സോളജിയുടെ ടെക്നിക്സ് ഇരുന്നുകൊണ്ടോ കിടന്നുകൊണ്ടോ ചെയ്യാവുന്ന എക്സസൈസ് കാണിച്ചു തരാം, വീഡിയോ ഇട്ട് തരാം, ചെയ്യണം. അതിനുശേഷം പ്രാണായാമവും എക്സസൈസും ഒക്കെ ചെയ്താൽ നിങ്ങൾ എന്തായി? ഫിറ്റായി.
എന്തിനു വേണ്ടി? എന്ത് നേടിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ഫിറ്റ് ആവും. അപ്പൊ എങ്ങനെ എഴുന്നേക്കും? എഴുന്നേക്കാൻ പറ്റുന്നില്ലല്ലോ. 4 മണിക്ക് എഴുന്നേക്കാനോ 5 മണിക്ക് എഴുന്നേക്കാനോ അങ്ങോട്ട് ബെല്ലടിക്കുമ്പോ ഇച്ചിരി നേരം കഴിയട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെക്കല്ലേ. അതിനെ എങ്ങനെ മറികടക്കണം? അത് ഞാൻ ഇട്ടുതരാം ഗ്രൂപ്പിൽ. ആ മാറ്റി വെക്കുന്നതിനെ, അതിനെ മറികടക്കാനുള്ള മെത്തേഡ് എന്താണ്? അത് ഞാൻ ഇട്ടുതരാം ഗ്രൂപ്പിൽ. അത് പ്രകാരം നിങ്ങൾ പ്രവർത്തിക്കണം. 5 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ എഴുന്നേറ്റും, നിങ്ങൾ ആക്ട് ചെയ്യും. ഏതു മാറാത്ത ശീലങ്ങളെ മാറ്റാനുള്ളതും നിങ്ങൾ വില്ലിങ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിലിട്ട് തരാം. ചെയ്താൽ മതി. ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യാനുള്ള എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്തു തരാം. ഇവിടെ 199 രൂപയുടെ പണിയല്ല ഞാൻ എടുക്കുക. അത് ഞാൻ ഓൾറെഡി നിങ്ങളിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാണ്. ഞാനൊരു 10 ലക്ഷം രൂപയുടെ പണിയെടുക്കാൻ വില്ലിങ് ആണ്. നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ തന്നെ ഞാൻ ഗ്രൂപ്പിൽ സജീവമായിരിക്കും. നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടോ, ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടോ, നിങ്ങൾ ചോദിക്ക്, ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യും, മറുപടി തരാം. ഞാൻ ടാസ്കുകൾ ഞാൻ തരും, കൃത്യമായിട്ട് ഫോളോ ചെയ്യും. ഇതിനു വേണ്ടി ഒരല്പസമയം നിങ്ങൾ മാറ്റിവെക്കണം. മാറ്റിവെച്ചാൽ 4 ദിവസം വേണ്ട, വെറും 2 ദിവസം കൊണ്ട് നിങ്ങളിൽ പരിവർത്തനം ആരംഭിച്ചിരിക്കും. ഡാം ഷുവർ. കാരണം അത് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത വ്യക്തിയാണ് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ മാറ്റാൻ പറ്റും. എന്നെ മാറ്റാൻ എനിക്ക് പറ്റിയെങ്കിൽ അനേകം ആളുകളുടെ ജീവിതത്തിനെ അടിമുടി മാറ്റാൻ എനിക്ക് സാധിച്ചെങ്കിൽ ഈ മെത്തേഡ്, മൈൻഡ് ഓറ മെത്തേഡ്സ്, ഈസി ആയിട്ട് നിങ്ങൾ ലൈഫിനെ പരിവർത്തനം വരുത്താൻ സഹായകരമായിരിക്കും. നിങ്ങൾ തയ്യാറായാൽ മാത്രം മതി. പ്രവർത്തിക്കുക, ട്രൈ ചെയ്തത്. ഞാൻ ശ്രമിക്കാം സാറേ എന്ന് പറയുന്നവരോട് ഞാൻ പറയാണ്, ട്രൈ ചെയ്യരുത്, നടക്കില്ല. ട്രൈയിങ് പേഴ്സൺസ് ജീവിതത്തിൽ ഒന്നും നേടിയിട്ടില്ല. കാരണം അവർ എസ്കേപ്പിസമാണ് നടത്തുന്നത്. നിങ്ങൾക്ക് ഉറപ്പില്ല, സെൽഫ് ട്രസ്റ്റ് ഇല്ല നിങ്ങൾ അത് ചെയ്യുവോ എന്ന കാര്യത്തിൽ. അതുകൊണ്ടാണ് ഞാൻ ശ്രമിക്കാമെന്ന് പറയും. യെസ്, ഡൂയിങ് പേഴ്സണായി മാറുക. ഞാൻ ചെയ്യും, ഞാൻ ഇത് ചെയ്തിരിക്കുന്നു സാർ, ഞാൻ ചെയ്യാൻ പോവുകയാണ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഡൂയിങ് പേഴ്സൺ ആർക്കൊക്കെ ആകാൻ പറ്റും? അവർക്ക് ജീവിതത്തിൽ എന്ത് നേടിയെടുക്കാൻ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റും. സംഗീതം 100% ചെയ്യും. യെസ്, അതാണ് വേണ്ടത്. ഇതാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഇത് ഡിസിഷൻ ആണ്. ഈ ഡിസിഷൻ എടുത്താൽ ആക്ട് ചെയ്യും. അനിൽ, യെസ്, യു ക്യാൻ, യു വിൽ. കാരണം ബറാക് ഒബാമയുടെ ഒരു വാക്കുകളാണ്, നമ്മളതിനെ നിസ്സാരമായിട്ട് കാണണ്ട. അമേരിക്കയിൽ ഒരു കറുത്തവർഗക്കാരൻ അന്ന് വിജയിക്കുമെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിനോട് പല ഇന്റർവ്യൂവിൽ ചോദിച്ച്, നിങ്ങൾ തോറ്റുപോകുന്നാണല്ലോ പറയുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇത്രയേ ഉള്ളായിരുന്നു. വളരെ സിമ്പിൾ, 3 വാക്കുകളായിരുന്നു. ഐ ക്യാൻ, ഐ വിൽ. എനിക്ക് കഴിയും, അത് ഞാൻ ചെയ്യും. യു ക്യാൻ, യു വിൽ. നിങ്ങൾക്ക് കഴിയും, നിങ്ങൾ അത് ചെയ്യും. വി ക്യാൻ, വി വിൽ. ഈ അമേരിക്കയെ ഞാൻ മാറ്റും, എനിക്കതിന് കഴിയും. നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യും, നിങ്ങൾ മാറ്റും. നമ്മൾക്ക് കഴിയും, നമ്മൾ മാറ്റും. ഐ ക്യാൻ, ഐ വിൽ. യു ക്യാൻ, യു വിൽ. വി ക്യാൻ, വി വിൽ. ഇതൊരു തരംഗമായിട്ട് മാറും ഈ 3 വാക്കുകൾ. അത് ഞാൻ കടമെടുത്തിട്ട് തന്നെ പറയാം. യെസ്, എനിക്ക് കഴിയും, ഞാനത് നേടി, ഞാൻ ചെയ്ത വ്യക്തിയാണ്. നിങ്ങൾക്ക് കഴിയും, നിങ്ങളത് ചെയ്യുമെന്നുള്ളതിന് ഉറപ്പ് എൻ്റെ 10,000-കണക്കിന് വിജയകരമായി ഇന്നും ജീവിതം മുന്നോട്ടേക്ക് നയിക്കുന്ന പ്രീവിയസ് സ്റ്റുഡൻസ്. വി ക്യാൻ, വി വിൽ. നിങ്ങളെ കൂടെ ഞാൻ അതിലേക്ക് ആകർഷിക്കുകയാണ്, വെൽക്കം ചെയ്യാണ്. നമ്മൾക്ക് ചെയ്യാൻ കഴിയും, നമ്മൾ ഒരുമിച്ച് ചെയ്യും. ഇത് ഓർമ്മയിലിരിക്കട്ടെ. ഐ ക്യാൻ, ഐ വിൽ. യു ക്യാൻ, യു വിൽ. വി ക്യാൻ, വി വിൽ. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആദ്യം എവിടെയാണ് ഉണ്ടാവേണ്ടത്? കോൺഫിഡൻസ്. യെസ്, ഐ ക്യാൻ, ഐ വിൽ. ഐ ക്യാൻ, ഐ വിൽ. ഇതില്ലാത്തവന് യു ക്യാൻ, യു വിൽ എന്നോ വി ക്യാൻ, വി വിൽ എന്നോ പറയാൻ പറ്റൂല. ആ ഒരു ഐ ക്യാൻ, ഐ വിൽ ആണ് ബറാക് ഒബാമയെ നിപ്പിൽ അമേരിക്കയുടെ പ്രസിഡന്റ് പദത്തിലേക്ക് എത്തിക്കാൻ ആ വാക്കിന്റെ സ്വാധീനം അത്രയായിരുന്നു. നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ പറയുന്നു, നിങ്ങളുടെ ഉള്ളിലും ഇതൊരു ശബ്ദമാകട്ടെ.
ഐ ക്യാൻ, ഐ വിൽ, യു ക്യാൻ, യു വിൽ, വി ക്യാൻ, വി വിൽ. ഓക്കെ, ഞാൻ ഇന്നത്തെ ദിവസത്തെ ക്ലാസ് ഓഡിയോ റെക്കോർഡഡ് ആയിരിക്കും നൽകുന്നത്. ഒരു 25 മിനിറ്റ് നേരത്തെ ക്ലാസ്സേ ഉള്ളത്. പക്ഷെ ആ ഒരു കോഴ്സ് ഞാൻ ഒരു 1 ഡേ പഠിച്ച കോഴ്സിന്റെ സക്സസ് പെന്റഗൺ എന്ന് പറയുന്ന ഇന്ത്യയിലെ നമ്പർ 1 ഓന്ത്രപ്രണർഷിപ്പ് ഗുരുവായ സന്തോഷ് നായർ സാറിന്റെ ഒരു 1 ഡേ കോഴ്സിന് ഏതാണ്ട് 20,000 രൂപ ഏതാണ്ടായിരുന്നു അന്നത്തെ ഫീസ്. ആ കോഴ്സാണ് ഞാൻ കംപ്രസ് ചെയ്തിരിക്കുന്നത്. സത്യത്തിൽ അതിലെ ആശയങ്ങളാണ് എൻ്റെ ലൈഫിനെ അടിമുടി മാറ്റാൻ സഹായിച്ച ഒരു ക്ലാസ് ആയിരുന്നു സക്സസ് പെന്റഗൺ. അപ്പൊ ഞാനിത് പഠിച്ചു, എനിക്കത് മാറണമെന്ന് തീരുമാനമെടുത്തു, ഞാനത് മാറ്റാനായിട്ട് ഡിസിഷനും ഒക്കെ എടുത്തു എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഡിസിഷൻ അല്ല എടുത്തത്, ഡിസയർ ആണ് എടുത്തത്. അതെനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിന്റെ തന്നെ മറ്റൊരു കോഴ്സ് പഠിച്ചപ്പോഴാണ്. ഓപ്പർച്യൂണിറ്റീസ് മൾട്ടിപ്ലയർ എന്ന് പറയും. എങ്ങനെ അവസരങ്ങളെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ജീവിതത്തിൽ നേട്ടം നേടാം. അതും ഇതേപോലെ തന്നെ സെയിം 1 ഡേ കോഴ്സാണ്. അത് തുടങ്ങിയപ്പോഴാണ് ഞാൻ ഡിസയർ ആണ് എടുത്തിരിക്കുന്നത്, ഡിസിഷൻ അല്ല. ഞാൻ ഇത് മാറ്റിവെച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകും. എന്തുകൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ഇത് മാറ്റിവെക്കാൻ കാരണം, എന്തുകൊണ്ടാണ് ഞാൻ തുടങ്ങാത്തതിന്റെ കാരണം, അതിനെ എങ്ങനെ മറികടക്കണം. അദ്ദേഹത്തിന്റെ ഒരു 1 ഡേ ക്ലാസ്, അതാണ് രണ്ടാമത്തെ ദിവസം നിങ്ങൾക്ക് നൽകുന്ന കംപ്രസ് ചെയ്ത് 25 മിനിറ്റ് നേരത്തെ ഓഡിയോ. പക്ഷെ ഈ 2 ക്ലാസ് ലൈഫിൽ പ്രാക്ടിക്കലായി എന്തെങ്കിലും നേടിയെടുക്കണമെങ്കിൽ, നിങ്ങൾ ചെയ്യണമെങ്കിൽ, ഞാൻ 15 വർഷമായിട്ട് ഈ ട്രെയിനിങ് മേഖലയിൽ അനേകം ഗുരുക്കന്മാരുടെ ക്ലാസ്സുകൾ കേട്ടതിൽ ഇത്രയും പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷൻ ഈസിയസ്റ്റ് ആയിട്ടും ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു കാര്യം ഇദ്ദേഹത്തിന്റെ ഈ 2 ക്ലാസ്സുകളിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. കാരണം അദ്ദേഹം എത്രയോ ഗുരുക്കന്മാരിൽ നിന്ന് ആർജിച്ചതിന്റെ കംപ്രസ്ഡ് അദ്ദേഹം ഒരു ദിവസമായിട്ട് കൊണ്ട് തന്നു. അതുകൊണ്ട് ഇതിന് 199 രൂപ വാല്യൂ നിങ്ങൾ കാണണ്ട. അതല്ല ഇതിന്റെ വില. ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. നിങ്ങൾ ആ മൂല്യത്തിൽ ഇതിനെ കാണാവും. അല്ലാതെ 100 രൂപയുടെ കോഴ്സ് പരസ്യങ്ങൾ കണ്ട് എന്നാൽ ഇതും കൂടെ ഒന്ന് കണ്ടേക്കാം, ആ രീതിയിൽ എടുക്കരുത്. ഇതൊരു ചലഞ്ചായിട്ട് എടുക്കണം. ലൈഫ് ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് നിങ്ങളുടെ ടൈം ഇപ്പോഴാണ്. ആ സമയമായതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നേടിയെടുക്കാൻ സാധിക്കുമോ, അത് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതിന്റെ തുടക്കമാണ് നമ്മളിവിടെ കുറിക്കുന്നത്. ക്ലാസ്സിനെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഓഡിയോ ക്ലാസ്സുകൾ ഇതുപോലെ ഇംപ്രസീവ് ആകില്ല. കാരണം ഇമേജ് ഇല്ല, ഇമോഷൻസും ഫീലിങ്സും ഇങ്ങനെ കണ്ടു കിട്ടത്തില്ല. ആവർത്തിച്ച് കേൾക്കണം. ഹെഡ്ഫോൺ വെച്ചിരുന്ന് ക്ലാസ് നിങ്ങൾ ഫുൾ ആദ്യമേ ഒന്ന് കേൾക്കുക. രണ്ടാമത് വെറും 25 മിനിറ്റേ ഉള്ളൂ ആ ഒരു സെഷൻ. ആദ്യമേ മുഴുവൻ ചുമ്മാ ഒന്ന് ഓടിച്ച് കേൾക്കുക. രണ്ടാമത് ഒരു പേപ്പറും പേനയും, പേപ്പറല്ല ഒരു ബുക്ക് എടുത്ത് വെക്കണം. ജീവിതത്തിലെ പരിവർത്തനം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ബുക്ക് എടുത്ത് വെക്കണം. എഴുതണം. ഓരോ 5 മിനിറ്റിൽ എന്ത് പോയിന്റ് ആണ് കിട്ടിയതെന്ന് നോട്ട് ചെയ്യണം. അത് നോട്ട് ചെയ്ത് വന്നിട്ട് ഈ 25 മിനിറ്റിനെ 5 കഷ്ണങ്ങളാക്കി മാറ്റി ആ 5 കഷ്ണങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം, ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യണം. അതെങ്ങനെ ചെയ്യാം എന്നൊക്കെ ഉള്ളതൊക്കെ 3ാമത്തെ ദിവസത്തെ ക്ലാസ്. ജീവിത പരിവർത്തനം എങ്ങനെ നേടിയെടുക്കാം, പരിവർത്തനപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാന ഘടകങ്ങൾ എങ്ങനെയാണ്, ഒരു വെറും ഡേറ്റ, ഞാനിപ്പോൾ നൽകുന്നത് വെറും ഡേറ്റയാണ്. ഈ ഡേറ്റ എങ്ങനെ നിങ്ങളുടെ വിസ്ഡമാക്കി മാറ്റിയെടുക്കാം എന്നുള്ളത് 3ാമത്തെ സൂം ലൈവിന്റെ ഒരു റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് തരും. നേരത്തെ എടുത്ത ക്ലാസ്സിന്റെ റെക്കോർഡഡ് ആണ് തരിക. അത് വീഡിയോ ക്ലാസ് ആണ്, സൂം ക്ലാസ് ആണ്. 4ാമത്തെ ദിവസത്തെ ക്ലാസ് ഇതേപോലെ തന്നെ നമുക്ക് ലൈവിലായിരിക്കും ക്ലാസ്. മനസ്സിന്റെ ശക്തികളെ, പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് നിങ്ങളെ സ്വാധീനിക്കുന്നത് എന്നുള്ളത് വരെയാണ് ഈ 4 ദിവസത്തെ സെഷൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ക്ലാസ്സുകൾ ആവർത്തിച്ച് കേൾക്കുക, നോട്ട് ചെയ്യുക. ഓഡിയോ വാട്സപ്പ് ഗ്രൂപ്പ് ഒരെണ്ണം നിങ്ങൾക്കുണ്ട്. ഒപ്പം തന്നെ ഡിസ്കഷൻ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. 2 ഗ്രൂപ്പുകളിലാണ് ക്ലാസ് നടക്കുന്നത്. അതിൽ ഓഡിയോ എന്ന് പറഞ്ഞിട്ട് ഹെഡിൽ നിങ്ങളെ ചേർത്തിരിക്കുന്ന ഗ്രൂപ്പ് അഡ്മിൻ only ആയിരിക്കും. അതിലാണ് ഡേ 1, ഡേ 2, ഡേ 3 എന്നുള്ള ക്ലാസ് മാത്രം. ഒപ്പം തന്നെ കോസ്മിക് പ്രയർ അതുപോലെയുള്ള
മർമ്മപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഇട്ട് തരുന്നത്. ബാക്കിയെല്ലാം ഡിസ്കഷൻ ഗ്രൂപ്പിലായിരിക്കും ഇട്ട് തരുന്നത്. ഈ ക്ലാസ്സിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ള പോയിന്റ്സ് ഡിസ്കഷൻ ഗ്രൂപ്പിൽ വരും. കാരണം ഞാൻ കോവിഡ് 2019 ആരംഭിച്ചപ്പോൾ മുതൽ ഓൺലൈൻ ക്ലാസ്സുകൾ നടത്തിയതിൽ പല ബാച്ചിൽ അന്ന് 75 ബാച്ചുകൾ അന്ന് ഞാൻ നടത്തി. ആ 75 ബാച്ചുകളിൽ പല ബാച്ചുകളിലും പലരും വളരെ മർമ്മപ്രധാനമായ സംശയങ്ങൾ ചോദിച്ചപ്പോൾ അതിൽ ഏറ്റവും ഗുണപ്രദമാണ് എന്ന് തോന്നി കൊടുത്ത ഉത്തരങ്ങളെ നിങ്ങൾക്ക് ഞാൻ നൽകുന്നുണ്ട്. ഈ 75 ബാച്ചിന്റെ കംപ്രസ്ഡ് സാധനങ്ങളായിരിക്കും അത് നിങ്ങളെപ്പോലെ തന്നെ ജീവിതത്തിൽ ഏറ്റവും അധികം പരിവർത്തനം വരുത്താൻ ആഗ്രഹിച്ചു വന്ന ആളുകൾ അവർ ചോദിച്ച സംശയങ്ങൾക്ക് അവർക്ക് കൊടുത്ത ഉത്തരങ്ങളായിരിക്കും. പക്ഷെ ആ ഉത്തരങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ചേഞ്ച് ചെയ്യാൻ ഏറ്റവും അധികം സഹായിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഡിസ്കഷൻ ഗ്രൂപ്പിൽ ധാരാളം മെസ്സേജസ് വരും, അതും നിങ്ങൾ ഫോളോ ചെയ്യണം. പിന്നെ ഡിസ്കഷൻ ഗ്രൂപ്പിൽ ആവശ്യമില്ലാത്ത ഒത്തിരി മെസ്സേജസ് വരാം, നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയല്ല. വേണ്ടിയ മെസ്സേജ് മാത്രം സ്റ്റാർ ചെയ്ത് വെക്കുക. ഒന്നുകൂടെ പറയാം, ഡിസ്കഷൻ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജസ് മാത്രം സ്റ്റാർ ചെയ്ത് വെക്കുക. ബാക്കി എന്നിട്ട് ഡിലീറ്റ് ഓൾ കൊടുക്കുമ്പോൾ എക്സെപ്റ്റഡ് സ്റ്റാർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ആ എക്സെപ്റ്റഡ് സ്റ്റാർ ഉള്ളത് മുഴുവൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കുക. അപ്പോൾ ഈ മർമ്മപ്രധാനമായ പോയിന്റ്സ്, സ്റ്റാർഡ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം നിങ്ങൾക്ക് ആ ഡിസ്കഷൻ ഗ്രൂപ്പിൽ ലഭിക്കും. അത് നിങ്ങൾ ചെയ്യുക. അല്ലാതെ ഡിസ്കഷൻ ഗ്രൂപ്പ് ഡിസ്കസ് ചെയ്യാനും ലൈവായി നിൽക്കാനുമാണ്. അതിലെപ്പോഴും മെസ്സേജസ് കൂടുതൽ വന്നുകൊണ്ടിരിക്കണം, ലൈവായിരിക്കണം, ഇല്ലെങ്കിൽ അതിനകത്ത് വാല്യൂ ഇല്ലാവും. അതിൽ നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്നതിനെ മാത്രം സ്റ്റാർ ചെയ്ത് വെക്കുക, ബാക്കിയൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുക. ക്ലിയർ ആയോ? അപ്പം ഇനി നമുക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഒരു മിനിറ്റ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാം. എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലാതെയോ എന്തെങ്കിലും നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് വെച്ച് എല്ലാവരും പാത്തിരിക്കാതെ. ഈ നിർജീവമായ അജേഷ്, ദീപ്തി, സ്മിത, മുഹമ്മദ്, നീതു, രമ്യ, അനി, ഇതൊക്കെ ഒരു കോൺഫിഡൻസിന്റെ ഭാഗമാണ്. നിങ്ങൾ 4 പേരെ ഫേസ് ചെയ്യാനുള്ള നിങ്ങളുടെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു കോൺഫിഡൻസിന്റെ ഭാഗം തന്നെയാണ്. നിങ്ങൾ ഫേസ് ചെയ്യണം, ഒളിച്ചു നിൽക്കരുത്. കാരണം നിങ്ങൾക്ക് നിങ്ങളിൽ എന്തില്ല, സെൽഫ് ട്രസ്റ്റ് ഇല്ലാതെ വരുമ്പോഴാണ് നിങ്ങൾ ഒളിച്ചു പോകുന്നത്. ഒളിച്ചു നിൽക്കാനുള്ളതല്ല നിങ്ങളുടെ ലൈഫ്. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ ഈ കോഴ്സിനെ കുറിച്ചോ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ കുറിച്ചോ, അല്ലെ നിങ്ങൾക്ക് ഇനി എന്താണ് നിങ്ങൾ ഈ കോഴ്സിൽ മാറാനായിട്ട് ഉദ്ദേശിച്ച് വന്നത്, അത് ഇതിൻ്റെ അകത്ത് ലഭിക്കുമോ? സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണമെങ്കിൽ നേരിട്ട് ഇപ്പൊ ചോദിക്കാവുന്നതാണ്. ഹലോ സാർ, നമസ്കാരം. പത്മനാഭൻ എന്നാണ് എൻ്റെ പേര്. പത്മനാഭൻ, ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. ഓക്കെ, ചോദിച്ചോളൂ. സാർ, ഞാൻ ഇവിടെ ബാംഗ്ലൂരാണ്. ഓക്കെ ഇവിടെ താമസിക്കുന്നത്, ഇവിടെയാണ് ബിസിനസ് ചെയ്യുന്നത്. ഓക്കെ അപ്പൊ ഞാൻ നാട്ടില് ആയിരുന്നു. അപ്പോൾ അവിടെ നമ്മുടെ ഒരു ഇന്റീരിയർ വർക്കിന്റെ നാട്ടിലുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ വന്നിട്ടാണ് കുറച്ച് മെച്ചപ്പെട്ടത്. ഇവിടെ ഇപ്പൊ ശരി ചെയ്യുന്നുണ്ട്. ശരി അപ്പൊ അതെനിക്ക് എന്റെ സംശയമല്ല, നമ്മളെ ഇപ്പം ഈ പറഞ്ഞ കോഴ്സിന്റെ ഭാഗമായിട്ട് ചോദിക്കുന്നതാണ്. ആ അതായത് എനിക്ക് കുറച്ചൊരു മടി, എന്നാലും നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നുണ്ട്. ശരി എന്നാലും ഒരു മടി, അത് സ്ഥായിയായിട്ട് നിൽക്കുന്നുണ്ട്, മടി എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പൊ ഓക്കെ അതിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മളുടെ ബിസിനസ് നടത്തുമ്പോൾ അത് ഉണ്ടാവാൻ പാടില്ലല്ലോ. അപ്പൊ അതിന്റെ ഒരു കുറച്ച് ഒന്ന് മെച്ചപ്പെടുത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലും ഇതിൽ ജോയിൻ ചെയ്തത്. പത്മനാഭൻ കെ.പി. അല്ലേ പറഞ്ഞേ? അതെ സാർ. ഓക്കെ, ഈ ബിസിനസിന്റെ അകത്ത് ആരാണ് നമ്മളുടെ ബോസ്? നിങ്ങളെ മ്യൂട്ട് ചെയ്യണേ, അല്ലാത്തവരെ. രമ്യ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ആരാണ് നമ്മുടെ ബോസ്? ബിസിനസ്സിൽ നമ്മുടെ ബോസ് ആരാണ്? ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ് സാർ. അതാ ചോദിച്ചത്. അപ്പൊ ബോസ് ആരാണ്? അതെ, ബോസ് ഞാൻ തന്നെയാണ്. ഞാൻ തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഇതല്ല, വേറൊരു സ്ഥാപനത്തിലാണെങ്കിൽ രാവിലെ 9 മണിക്ക് ചെല്ലണം, അല്ലെ 8 മണിക്ക് ചെല്ലണം, കൃത്യമായിട്ട് മേളിൽ ഇന്ന് നിർദ്ദേശം വരും. ഉണ്ടോ? അത് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ചെന്നില്ലേ ശമ്പളം കട്ട് ചെയ്യും. ശരിയല്ലേ? അല്ലെ പണി അതെ സാറേ. ശരിയല്ലേ? അതെ അതെ. അപ്പൊ നിങ്ങൾക്ക് ആരെ പേടിയുണ്ടായിരുന്നു നേരത്തെ?
അതെ, ആ ബിസിനസിന്റെ ബോസിനെ ഓണറെ പേടി ഉണ്ടാവും, അല്ലെങ്കിൽ ആ ബോസിന്. നടത്തുന്ന ആളിനെ പേടി ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യും? അവരെ ഫോളോ ചെയ്യും. ഇപ്പൊ നിങ്ങൾക്ക് പേടിക്കേണ്ട ആൾ ആരാണ്? നിങ്ങൾ തന്നെ. അതെ അതെ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ പേടിയില്ല, ദൈവം തമ്പുരാനെ പേടിയില്ല, ഏ, നിങ്ങൾക്ക് ആരെയും പേടിയില്ല, നിങ്ങളുടെ ബിസിനസ്സിനെ പേടിയില്ല, ഒന്നിനെയും പേടിയില്ല. അപ്പൊ നിങ്ങൾ എന്നെ ചെയ്യും? നിങ്ങൾ ശകലം മടിക്കും. ഇന്ന് ചെയ്യാനുള്ള കാര്യം നാളെ ചെയ്യും, നാളെ ചെയ്യാനുള്ള നാളെ ചെയ്യും. രാവിലെ ചിലപ്പോൾ താമസിച്ചേ ഉള്ളൂ തുറക്കുകയുള്ളൂ, ചിലപ്പോൾ തുറക്കാനായിട്ട് പോയെന്ന് വരെ വരികയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ന് ബിസിനസ്സുകാരനായോ അന്ന് നിങ്ങളുടെ ജീവിതം എന്തായി തുടങ്ങി? നിങ്ങളുടെ അടിമയായി തുടങ്ങി. കാരണം ബോസ് നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ടാണ് സ്വന്തമായിട്ടൊരു ഓർഗനൈസേഷൻ ചെയ്യുന്നവരും തുടങ്ങുന്നവരും എന്താ അറിയുന്നില്ല, അവരെ നിയന്ത്രിക്കാൻ വേറെ ആരുമില്ല. അവർ വേണം അവരെ നിയന്ത്രിക്കാൻ. അവർക്ക് എന്ത് വേണം? ചിട്ടയായ ശീലങ്ങൾ വേണം, ടാസ്ക് വേണം. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തവരെ ഇന്നെന്തെങ്കിലും നേടിയുണ്ടെന്ന് മുമ്പേ പറഞ്ഞത് കേട്ടായിരുന്നോ? അതെ കേട്ടു ഇപ്പൊ സർ. മനസ്സിലായോ എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? അതെ അതെ. പക്ഷെ പത്മനാഭന് എനിക്കത് ഇഷ്ടമല്ല നേരം വെളുക്കുമ്പോ തന്നെ 9 മണിക്ക് പോയി കട തുറക്കുന്നത്. ഇഷ്ടമല്ല കൃത്യമായിട്ട് കസ്റ്റമർ പറയുന്നത് പോലെ അവർക്ക് വേണ്ടിയ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുന്നത്, അവരെ ഫോളോ അപ്പ് ചെയ്യുന്നത്, ആ പുതിയ ബിസിനസ്സിനെ കൂടുതൽ കൂടുതൽ ആളുകളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള റീല് ചെയ്യുന്നതോ അല്ലെങ്കിൽ പരസ്യം ചെയ്യുന്നതോ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ചെയ്യുന്നതോ ആഫ്റ്റർ സർവീസ് ചെയ്യുന്നതോ ഒന്നും പത്മനാഭന് ഇഷ്ടമല്ല. പത്മനാഭ അതങ്ങനെ വലിയ കാര്യമായിട്ട് ചെയ്യാറില്ല. അത്രേ ഉള്ളൂ പത്മനാഭ. ആ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോട്ട് ചെയ്ത് വെച്ചു. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ സാർ, താങ്ക് യു. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ജീവിതത്തിൽ എന്തെങ്കിലും നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അവരാരായിരുന്നു? അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ ചെയ്യുന്ന ശീലം ഉണ്ടാക്കിയവരായിരുന്നു. ആ ശീലം നിങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ വേണം നിങ്ങളെ നിയന്ത്രിക്കാൻ. നിങ്ങളെ പേടിപ്പിക്കാൻ ആരുമില്ല. അപ്പൊ 4 മണിക്ക് എഴുന്നേറ്റോളം പത്മനാഭൻ എന്ന് പറഞ്ഞ് പത്മനാഭൻ തന്നെ പത്മനാഭൻ ഓർഡർ ഇടണം. എഴുന്നേറ്റില്ലേ എന്ത് ചെയ്യണം? രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കരുത്, ഉച്ചക്കലത്തെ ലഞ്ച് കൊടുക്കരുത്, രാത്രിയിലെ ഡിന്നർ കൊടുക്കരുത്. ഒരു ദിവസം പട്ടിണി കിടണം നിങ്ങൾ ശിക്ഷിക്കണം. ഞാൻ അങ്ങനെ ചെയ്താ ഇങ്ങനെ എത്തിയത്. ഈ കഴിഞ്ഞ 12-ാം തീയതി പോലും ഞാനൊരു കോഴ്സിന് പഠിക്കാൻ ചെന്നിട്ട് 1 മിനിറ്റ് ലേറ്റ് ആയി ഒരു ദിവസം ഞാൻ ഫുഡ് കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ. കാരണം ഇല്ലെങ്കിൽ ആ 1 മിനിറ്റിന്റെ വാല്യൂ ഞാൻ മനസ്സിലാക്കുകയില്ല, എൻ്റെ ശരീരം മനസ്സിലാക്കുകയില്ല. കാരണം എൻ്റെ ശരീരവും എൻ്റെ മനസ്സുമാണ് ഹാബിറ്റ്. ഈ ഹാബിറ്റ് പൊളിക്കണമെങ്കിൽ എനിക്ക് എന്നെ പേടിപ്പിച്ചേ പറ്റുള്ളൂ. എന്നെ പോലും എനിക്ക് പേടിയില്ല, പിന്നെ ആരെ പേടിക്കും ഞാൻ? എൻ്റെ സ്ഥാപനം എപ്പോ വേണേ എനിക്ക് തുറക്കാം, എപ്പോ വേണേ എനിക്ക് അടക്കാം, എനിക്ക് ക്ലാസ് എടുക്കാം, ക്ലാസ് എടുക്കാതിരിക്കാം. ശരിയാണോ? അതെ. ഇത് തന്നെയാ പത്മനാഭന്റെ കാര്യം. ഇപ്പൊ തന്നെ പറയാം, 7 മണിക്ക് കറക്റ്റ് ഇവിടെ നിങ്ങൾക്ക് നൽകേണ്ട മീറ്റിംഗിന്റെ ലിങ്ക് മിസ്സായി മാറിയിട്ടൊക്കെ ഉണ്ട്. താമസിച്ചാണ് കാര്യം തന്ന്. അതിവിടെ ചെയ്ത ആരാണോ ആ ഓഫീസ് സ്റ്റാഫിന് കർശനമായ പണിഷ്മെന്റ് ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് കൊടുത്തിരിക്കും. കാരണം 17 മിനിറ്റ് വിലയേറിയത് നഷ്ടപ്പെടുത്തിയത്. അറിയാൻ വയ്യാത്ത ആൾക്കാരല്ലേ ഇതൊന്നും. അപ്പൊ അവരെന്ത് ചെയ്തില്ല? ശ്രദ്ധ. അത്രക്കുള്ള വാല്യൂവേ ഉള്ളൂ ഇതിന് കൊടുത്തിട്ടുള്ളായിരുന്നു. അവർക്ക് അതൊരു തമാശ പോലെയായിരുന്നു. ഇട്ടുകൊടുത്ത ലിങ്ക് 8:30 വേറെ ക്ലാസ് ഉണ്ട്, ആ ക്ലാസ്സിന് പോകേണ്ട ലിങ്ക് ആണ് നിങ്ങൾക്ക് ഇട്ട് തന്നത്. അപ്പൊ ആ ശ്രദ്ധ പാളിപ്പോയി. ആ പാളിയ തന്നെയാണ്. അതങ്ങനെ ഇട്ട് കൊടുത്താലും ഇങ്ങനെ ഇട്ട് കൊടുത്താലും അവർക്ക് ശമ്പളം കിട്ടുമെങ്കിൽ പിന്നെ അവർക്ക് എങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുക്കരുതോ? പിന്നെ അവന് പറഞ്ഞ പിടി കിട്ടിയ. പിടി കിട്ടി സാർ. അപ്പൊ ഇതുപോലെയാണ് ശീലങ്ങൾ. നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ള എന്തുണ്ടാവണം? പൂർണ്ണമായ ശ്രദ്ധ അതിലുണ്ടാവണം. ഡിസിഷൻ എടുത്താൽ മാത്രം പോലെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കണം. അപ്പൊ ഫോക്കസ്ഡ് അല്ലാതെ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ വിജയിക്കാൻ പറ്റത്തില്ല. അപ്പൊ അത് തന്നെയല്ലേ പത്മനാഭന്റെ പ്രശ്നം. അതെ സാർ, അതെ. അപ്പൊ ആദ്യമേ ഡിസിഷൻ എടുക്കുക. അതിന് ഞാൻ നാളെ മുതൽ നിങ്ങളുടെ ഹാബിറ്റിനെ ട്രാക്ക് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് ഞാൻ പറയാം. രാവിലെ നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോൾ മുതൽ നിങ്ങളെ ഒന്ന് ആദ്യമേ ഒന്ന് CA-കാരൻ ഓഡിറ്റ് ചെയ്യുന്ന പോലെ ഓഡിറ്റ് ചെയ്യണം. ഞാൻ എപ്പോൾ
എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ ഞാൻ എന്നാ ചെയ്തു, കുറച്ച് നേരം കൂടെ അവിടെ കിടന്നെങ്കിൽ അതൊക്കെ ഞാൻ നോട്ട് ചെയ്തേക്കണം. അവിടെ കിടന്നു 15 മിനിറ്റ് കൂടെ. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു, എഴുന്നേറ്റിട്ട് നേരെ ബാത്റൂമിലോട്ട് പോയി. കുറച്ച് നേരം ബാത്റൂമിലിരുന്നു, നമ്പർ 2 നമ്പർ 1 ഒക്കെ ചെയ്തു, ഒന്ന് പല്ല് തേച്ചു, ഇറങ്ങി വന്നു. എത്ര മിനിറ്റ് എടുത്തു? ഏതാണ്ട് 18 മിനിറ്റ് എടുത്തു. എഴുതി വെക്കണം. അത് കഴിഞ്ഞ് എന്നാ ചെയ്തു, ഇങ്ങോട്ട് വന്ന് തോണ്ടല് തുടങ്ങി. നേരെ വെളുത്തപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പില് നമ്മള് ആധികാരികമായ പണി ആരംഭിച്ചു. അതിൻ്റെ അകത്ത് മെസ്സേജിന് മറുപടി കൊടുത്തു, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കൊടുത്തു, എല്ലാവരെയും അങ്ങോട്ട് ഉദ്ബോധിപ്പിച്ച് ഞാൻ എന്നിട്ട് എന്നെ ചെയ്ത് സമയം പോയത് അറിഞ്ഞില്ല. എനിക്ക് ചെയ്യേണ്ട വ്യായാമം ഞാൻ ചെയ്തില്ല, എനിക്ക് ചെയ്യേണ്ട മെഡിറ്റേഷൻ ഞാൻ ചെയ്തില്ല, ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നും ചെയ്തില്ല. നാട്ടുകാരെ മുഴുവൻ ഗുഡ് മോർണിംഗ് കൊടുത്ത് പ്രബോധിപ്പിച്ച് അവർക്കുള്ള മെസ്സേജ് വിട്ടുകൊടുത്തു. എന്ത് മോട്ടിവേഷൻ. ഇങ്ങനെ നോട്ട് ചെയ്യണം, എത്ര സമയം നിങ്ങളുടെ വിനിയോഗിച്ചു. അതാണ് ഹാബിറ്റ് ട്രാക്കിംഗ്. ഞാൻ ഇട്ടുതരാം. അതാദ്യമേ ഒന്ന് ചെയ്യ്. എന്നിട്ട് മനസ്സിലാക്കണം, ഒരു ദിവസം നിങ്ങളുടെ വിലയേറിയ സമയവും ഊർജവും വൃഥാവിൽ എത്ര മാത്രം പോകുന്നുണ്ട്. എത്ര മണിക്കൂർ. നിങ്ങൾക്ക് സുഖമായി കിടന്നുറങ്ങുവാൻ 8 മണിക്കൂർ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങിക്കൂ. 8 മണിക്കൂർ നന്നായിട്ട് പണിയെടുക്കണം. വേറെ ഒന്നും ചെയ്യരുത് ആ സമയത്ത്. 8 മണിക്കൂർ പണിയെടുക്കണം. പണി തന്നെ എടുക്കണം, ചുമ്മാതിരിക്കരുത്. റെസ്റ്റ് എടുക്കുന്നതല്ല. 8 മണിക്കൂർ. അത് കഴിഞ്ഞ് പിന്നെ മിച്ചം കിടപ്പുണ്ട് എന്തും ചെയ്യാൻ. എന്ത് ഈ സമയമൊക്കെ? ഈ സമയമൊക്കെ എന്തി ഉണ്ടോ നിങ്ങളുടെ കയ്യില്? വെറുതെ 8 മണിക്കൂർ കിടപ്പുണ്ടോ നിങ്ങളുടെ കയ്യിൽ? ഇല്ല. 8 മണിക്കൂർ പണിയെടുക്കാനുണ്ടോ? ഇല്ല. 8 മണിക്കൂർ ഉറങ്ങാനുണ്ടോ? ഇല്ല. പക്ഷേ 24 മണിക്കൂർ എന്നും ഉണ്ടല്ലോ. എവിടെ പോയി ഇത്? അതാ ഓഡിറ്റ് ചെയ്ത് കണ്ടെത്തണ്ട. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇതിൽ നമ്മളെ നശിപ്പിക്കുന്ന, നമ്മുടെ സമയം കളയുന്നത്, ഊർജം കളയുന്നത് ഒക്കെ പതുക്കെ ഒഴിവാക്കിയിട്ട് പുതിയ ഹാബിറ്റ് സെറ്റ് ചെയ്യണം. ക്ലിയർ ആകുന്നുണ്ടോ? ഇത് ആര് ചെയ്യണം? ഇത് പത്മനാഭൻ ചെയ്യണം. ഇത് ചെയ്യാൻ പത്മനാഭൻ തയ്യാറല്ലെങ്കിലോ എനിക്ക് നിങ്ങളെ മാറ്റാൻ ഒരു മാർഗമില്ല. കാരണം സക്സസ് ആൻഡ് ഹാപ്പിനെസ് വി കാൻ ഫോളോ ദം, ബട്ട് ദേ ഫോളോ അവർ ആക്ടിവിറ്റീസ്. നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഞാൻ പറഞ്ഞു തരാം. എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, എവിടെ ചെയ്യണം, എപ്പോ ചെയ്യണം, ഏത് രീതി ചെയ്യണമെന്ന് വരെ ഞാൻ പറഞ്ഞു തരാം. ചെയ്താൽ മതി. ഡൺ. താങ്ക് യു. അടുത്ത ആരാണ്? എനി ഡൗട്ട്? ഒരു മെസ്സേജ് ഇട്ടായിരുന്നു, ഞാൻ നോക്കിക്കോട്ടെ. ഈ അഫർമേഷൻ റിപ്പീറ്റ് ആയി പറഞ്ഞുകൊണ്ട് ഇരുന്നാൽ നമ്മളെ ബ്രെയിനിൽ അത് പറഞ്ഞാൽ നടക്കുമോ? ഈ അഫർമേഷൻ റിപ്പീറ്റ് ആയി പറഞ്ഞുകൊണ്ട് ഇരുന്നാൽ നമ്മൾ ബ്രെയിനിൽ അത് പറഞ്ഞാൽ നടക്കുമോ? നീതു അതെന്നാന്ന് ഇങ്ങോട്ട് ഓഡിയോയിൽ ഇങ്ങ് വന്ന് ചോദിച്ചേ. ഈ പാടുപാടെ ഉണ്ടല്ലോ, എനിക്കത് ഒന്നാമതെ മംഗ്ലീഷും കൂടി അങ്ങനെ വായിച്ചെടുക്കണം, ഇച്ചിരി പാടാ. ഇങ്ങോട്ട് ചോദിച്ചു. എവിടെയാ നീതു ഉണ്ട്? ഹലോ സാർ, ഇങ്ങനെ ഞാനൊരു ബുക്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ചോദിച്ചു. എന്താണ് ചോദ്യം? ഒരു റിപ്പീറ്റ് ആയിട്ട് നമ്മളിങ്ങനെ അഫർമേഷൻസ് പറഞ്ഞുകൊണ്ടിരുന്ന നമുക്ക് എന്താണോ നടക്കാനുള്ള കാര്യം അതിങ്ങനെ ഒരു അഫർമേഷൻ ആയിട്ട്, പോസിറ്റീവ് അഫർമേഷൻ ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന അത് നടക്കുമെന്ന്. നടക്കും, തീർച്ചയായിട്ടും നടക്കും. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൃഢമായി നമ്മളോട് പ്രതിജ്ഞ എടുക്കുന്നതിനെയാണ് അഫർമേഷൻ എന്ന് പറയുന്നത്. അഫർമേഷനെയാണ് മനനത്രായതീത മന്ത്ര എന്ന് പറയുന്നത്. മനസ്സുകൊണ്ട് നിരന്തരം എന്താണോ ത്രയം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് മന്ത്രം എന്ന് പറയുന്നത്. ഈ അഫർമേഷൻസ് ഒക്കെ മന്ത്രങ്ങളാണ്. പക്ഷേ ഞാനിങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഉള്ളിലൊരു ടെൻഷൻ വരാറുണ്ട്. അപ്പൊ അത് എന്ന് വെച്ചാൽ അത് നടക്കൂ അല്ലെങ്കിൽ അതിനൊരു നെഗറ്റീവായിട്ട് ഒരു സംഭവം കൂടെ വരും. അപ്പൊ അത് നിങ്ങൾക്ക് എന്താണ് അവിടെയുള്ള പ്രശ്നം? എന്താണ്? സെൽഫ് ട്രസ്റ്റ് ഇല്ല, സെൽഫ് കോൺഫിഡൻസ് ഇല്ല, സെൽഫ് ബിലീഫ് ഇല്ല. അതാണ് പ്രശ്നം. അപ്പൊ അവിടെയല്ലേ കറക്റ്റ് ചെയ്യേണ്ടത്. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഇല്ല. ജീവിതത്തിൽ അടിസ്ഥാനപരമായി 4 പ്രശ്നങ്ങളേ ഉള്ളൂ. ഫസ്റ്റ് ക്ലാസിന്റെ ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ ഇട്ട് തരാം, എന്തെങ്കിലും പറയാം. 1 ഹെൽത്ത് പ്രോബ്ലം, ആരോഗ്യ പ്രശ്നം. 2 സാമ്പത്തിക പ്രോബ്ലം, വെൽത്ത് പ്രോബ്ലം.
മൂന്നാമത് റിലേഷൻഷിപ്പ് പ്രോബ്ലം, വ്യക്തികളുമായിട്ടുള്ള പ്രശ്നങ്ങൾ. നാലാമത് സെൽഫ് ആക്ച്വലൈസേഷൻ പ്രോബ്ലം എന്ന് പറയുക, അതായത് കരിയർ, ജോലിയുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം. ഈ 4 പ്രശ്നങ്ങളെ അടിസ്ഥാനപരമായിട്ട് മനുഷ്യനുള്ളൂ. ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ് ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ. ഈ 4 പ്രശ്നങ്ങൾക്ക് ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ: സെൽഫ് ലവ്. സെൽഫ് ലവ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത്. അപ്പൊ ആദ്യമേ നമ്മൾ എന്തുണ്ടാക്കണം? സെൽഫ് ലവിലേക്ക് വന്നെങ്കിൽ മാത്രമേ നമുക്ക് സെൽഫ് ട്രസ്റ്റ് ഉണ്ടാവൂ, സെൽഫ് ബിലീഫ് ഉണ്ടാവൂ, സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവൂ, സെൽഫ് ആക്ച്വലൈസ്ഡ് ആവുള്ളൂ, സെൽഫ് എസ്റ്റീം ഉണ്ടാവുള്ളൂ. അപ്പൊ സെൽഫ് ലവ് ബിൽഡ് ചെയ്യാനായിട്ടും നമ്മൾ ആരംഭിക്കണം. ആ സെൽഫ് ലവ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പറയുന്ന അഫർമേഷന് നമുക്ക് പോലും, നമ്മളോട് പോലും വിശ്വാസം ഇല്ലാതെ വരുന്നത്. അപ്പൊ അവിടെയുണ്ട് തുടക്കം. അതിൽ നിന്ന് തുടങ്ങി ഈ അഫർമേഷൻ എന്നൊക്കെ പറയുന്ന, ഇന്നിപ്പോ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫസ്റ്റ് ക്ലാസ് അല്ല, അതിന്റെ ഇൻട്രൊഡക്ടറി മാത്രമാണ്. ഇന്ന് ഫസ്റ്റിൽ ഇട്ട് തരുന്നതും ഇൻട്രൊഡക്ടറി ആണ്. നാളത്തെ ക്ലാസ് ഇൻട്രൊഡക്ടറി ആണ്. നാളെ കഴിഞ്ഞത്തെ ക്ലാസ്, മൂന്നാമത്തെ ക്ലാസ് ഇൻട്രൊഡക്ടറി ആണ്. 4ാമത്തെ ക്ലാസ്സേ ഉള്ളൂ മൈൻഡോറയുടെ ഫസ്റ്റ് ഡേ ക്ലാസ് വരുള്ളൂ. മൈൻഡോറയുടെ 18ാമത്തെ ദിവസത്തെ ക്ലാസ് ആണ് അഫർമേഷൻ. അപ്പൊ അവിടം വരെ എത്തണമെങ്കിൽ എത്ര പടി കൂടി ചവിട്ടണം നിങ്ങൾ? 17 പടി ചവിട്ടി അവിടെ ചെല്ലുമ്പോ 18ാം പടിയാണ് അഫർമേഷൻ. അപ്പൊ അവിടെ ചെല്ലുമ്പോഴേ നിങ്ങൾ അഫർമേഷൻ പറഞ്ഞാൽ പാകമാകുള്ളൂ. അതുവരെയും നിങ്ങൾ എന്ത് ചെയ്തെടുക്കണമായിരുന്നു? നിങ്ങളെ പാകപ്പെടുത്തി എടുക്കണം. അതുകൊണ്ടാണ് ചാടി കയറി PGയുടെ എക്സാം എഴുതാൻ 1ാം ക്ലാസ് പാസ്സാകാതെ പോയി അഫർമേഷൻ എഴുതിയതുകൊണ്ടാണ് പാസ്സാവാത്തത് കേട്ടോ. ഇമോഷണലി കറക്റ്റ് അല്ലാതെ നമ്മൾ അഫർമേഷൻ ചുമ്മാ പറഞ്ഞാൽ ഏൽക്കൂല. അതെങ്ങനെ പറയണം, എന്തിനു പറയണം, എവിടെ പറയണം, എങ്ങനെ പറയണം എന്നൊക്കെയുള്ളത് നമ്മൾ ക്ലിയർ ആകുകയും അതിൽ നമ്മൾ ഡിസർവ് ആക്കി എടുക്കുകയും ചെയ്യണം. ആദ്യം ഡിസൈർ പോലെ ഡിസർവ് ആകണം. അപ്പൊ ഡിസർവ് ആക്കിയിട്ട് വേണം നമുക്ക് അഫർമേഷനിലേക്ക് പോകാൻ. അന്നേരമാണ് അതിന് കൂടുതൽ റിസൾട്ട് കിട്ടുക. ഇല്ലെങ്കിൽ നമ്മൾ തന്നെ അതിനെ സംശയിക്കും, സംശയിച്ചിട്ട് ആ സംശയിച്ച റിസൾട്ട് വരും. ഓക്കെ, അതാണ് സംഭവിക്കുന്നത്. അത് ഇതുകൊണ്ടാണ്. ഒരു 2-3 ഡേയ്സ് നല്ല ഒരു പോസിറ്റീവ് ആയിരിക്കും, പക്ഷെ അതായത് പോസിറ്റീവ് പേഴ്സൺ എന്ന് പറഞ്ഞ ആളിൽ പറ്റുന്നതാ നിങ്ങള്, പോസിബിലിറ്റിയിലല്ല. എന്നിട്ട് പിന്നെ ഒരു 2 ഡേയ്സ് എനിക്ക് അതാ ഒരു ഡൗട്ടും ടെൻഷനും ഒക്കെ വരും. പിന്നെ വീണ്ടും പോസിറ്റീവ് ആവും. അങ്ങനെയാണ്. അതിപ്പോ ഇപ്പൊ തന്നെ നമ്മൾ ഇന്ന് മുതൽ തന്നെ ഞാൻ കോസ്മിക് പ്രയർ ഇട്ട് തരാം, രാവിലെയും വൈകിട്ടും ചെയ്യാനായിട്ട്. അത് നിങ്ങൾ ചെയ്യേണ്ടത് കിടന്നുറങ്ങുന്നതിന് തൊട്ട് മുൻപ് അത് കേൾക്കണം, കോസ്മിക് പ്രയർ. അതൊരു 7 മിനിറ്റേ ഉണ്ടാവുള്ളൂ. അതിനുശേഷം ഏതാണ്ട് ഒരു 12 മിനിറ്റോളം ഒരു മ്യൂസിക് മാത്രമായിരിക്കും. മ്യൂസിക് നിങ്ങൾ കണ്ണടച്ച് ആ പ്രയർ കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടിയത് ഒരു സിനിമ പോലെ അതിനെ നടക്കുന്നതായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക ആ ടൈമില്. എന്നിട്ട് അങ്ങ് കിടന്ന് നോക്കിക്കൊള്ളുക. രാത്രിയിൽ രാവിലെ ഉണർന്ന് എഴുന്നേറ്റാൽ അന്നേരം തന്നെ നേരെ ഓടിപ്പോയി ബാത്റൂമിലോട്ടൊന്നും പോയേക്കരുത്. എഴുന്നേറ്റാൽ അന്നേരം ഹെഡ്ഫോൺ വെച്ചിരുന്ന് ഈ കോസ്മിക് പ്രയർ കേട്ട് ആ പ്രയർ കഴിഞ്ഞാൽ അന്നേരം നിങ്ങൾ ഇന്നലെ രാത്രിയിൽ എന്താണോ കണ്ടത് അതേ സാധനം തന്നെ റിപ്പീറ്റ് ചെയ്ത് ആ സിനിമ വീണ്ടും കാണുക. എന്നിട്ട് എഴുന്നേറ്റ് നിങ്ങൾ ഫ്രഷ് ആവാൻ പോവുക. ബാക്കി കാര്യങ്ങൾ ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞുതരാം, അതുപോലെ ചെയ്യും. അപ്പൊ തന്നെ ലൈഫില് ഈ പറയുന്ന കോൺഫിഡൻസ് ലെവൽ ഉണ്ടായി വരും. സംശയങ്ങളെ മാറ്റിയെടുക്കാൻ പറ്റും നമുക്ക്. ഓക്കെ, താങ്ക് യു സർ. അടുത്ത ആരാണ്? എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാൻ ആർക്കെങ്കിലും ഉണ്ടോ? സംശയങ്ങളുണ്ടോ? ചോദിച്ചോ, ധൈര്യമായിട്ട് ചോദിച്ചോ, നോക്കിയിരിക്കണ്ടോ. സാറേ നമസ്കാരം. ആരായിരുന്നു? സംഗീത്. സംഗീത്, ഓക്കെ, ഒരു മിനിറ്റ്. ആ സംഗീത് പറയേ. സാറേ ക്ലാസ് കിട്ടിയത് വലിയൊരു ഉപകാരമായി. കാരണം വെച്ചാൽ മാറ്റിവെച്ച് എന്നുള്ള ആ ഇൻട്രൊഡക്ഷൻ തന്നെ എനിക്ക്, ഞാൻ വിചാരിച്ചു എൻ്റെ കാര്യമാണോ ഈ പറയുന്നത് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ല, അതെ, കോമൺ ആയിട്ട് ഒത്തിരി ആളുകൾക്കുള്ള ഒരു സാധനം ആയതുകൊണ്ടാ 3 പ്രാവശ്യം അത് ആവർത്തിച്ചു. അതൊരു അഫർമേഷൻ ആയിട്ട് നിങ്ങളുടെ ഉള്ളിൽ പതിയാനായിട്ടാ മാറ്റിവെച്ചു എന്ന് 3 പ്രാവശ്യം പറഞ്ഞത്. അപ്പം എൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതുപോലെ ആയിരുന്നു, നാളെ ചെയ്യാം അല്ലെങ്കിൽ പിന്നെ ചെയ്യാം. പല യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും അതിനകത്ത് വീഡിയോസ് ഇടുന്നതായാലും നാളെ ചെയ്യാം, അല്ലെങ്കിൽ നല്ലൊരു കണ്ടന്റ് വരട്ടെ. അപ്പൊ ഇങ്ങനെ ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് സാറിൻ്റെ ഈ ക്ലാസ്സിനെ പറ്റി ഞാൻ കാണുന്നത്.
അപ്പൊ ഞാൻ ശരി. മനസ്സിൽ വിചാരിച്ചത് തന്നെയാണ് സാറ് പറഞ്ഞു എന്നുള്ളതാണ് ഇതിലേക്ക്. ചിലപ്പം ദൈവമായിട്ടായിരിക്കും ഇതിലേക്ക് അടുപ്പിച്ചത്. അല്ല, ചിലപ്പം അതിന്റെ ഈ പിന്നിലെ 4 വേറൊന്നുമില്ല. അതിന്റെ പിന്നിലെ തിയറി ഞാൻ പറയാം. നമ്മൾ തീവ്രമായിട്ട് എന്താണോ ചിന്തിക്കുന്നത്, തീവ്രമായിട്ട് എന്താണോ ആഗ്രഹിക്കുന്നത്, ഇത് ഫ്രീക്വൻസീസ് ആയിട്ട് ഇങ്ങനെ പ്രപഞ്ചത്തിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇതേ സാധനമാണ് ഞാൻ നിങ്ങളിൽ നിന്നും ഞാൻ ഇത് തരാം, നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം എൻ്റെ ഉണ്ടെന്ന് പറഞ്ഞ് ഞാനും വിട്ടോണ്ടിരിക്കുക. അത് ഇത് തമ്മിൽ മർജ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ കണക്റ്റഡ് ആവുന്നത്. എന്താണോ സ്ഥിരമായി നമ്മൾ തേടുന്നത് നമ്മളിലേക്ക് വരുമെന്നാണല്ലോ പറയുന്നത്. യെസ് യെസ്, അത് ഈ തോട്ടിന്റെ ഫ്രീക്വൻസി ഇമോഷനും വെച്ചിട്ടാണ്. ആഗ്രഹം കൂടെ വേണം അതിനകത്ത്, അതെ 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 ഒരു ഇമോഷൻ ഞാൻ വേണം. അതെ പൊതുവേ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും എന്റെ പ്ലാൻ ചെയ്യാറുള്ളതാണ്. പിന്നെ പല കാര്യങ്ങളും ഞാൻ എഴുതി വെക്കുന്നുണ്ട്, ബുക്കുകളിലൊക്കെ എഴുതി വെരി ഗുഡ്. വെക്കാറുണ്ട്. ആ കാര്യം സാധിക്കുന്നിടം വരെ, സാധിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഇതുപോലെ ബുക്കുകളിലൊക്കെ 1ഉം 2ഉം ഡയറി തീർന്നിട്ടുണ്ട്. ഇങ്ങനെ എഴുതി വെക്കും, എല്ലാ ദിവസവും എഴുതി വെക്കും. മൂന്നാമത്തെ രാവിലെ ദിവസത്തെ ക്ലാസ് ഇപ്പൊ താങ്കൾ എഴുതി വെക്കുന്ന സാധനങ്ങളെ എങ്ങനെ ജീവിതത്തിൽ അത് വിവേകമാക്കി മാറ്റാവുന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ്. അതെ കറക്റ്റ് സാറേ. അപ്പം ഞാൻ ഇതുപോലെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ പോസിറ്റീവ് ഉള്ള കാര്യമാണ്. കാരണം ഇതുപോലെ ക്ലാസ്സുകൾ എവിടെ കിട്ടിയാലും ഞാൻ അറ്റൻഡ് ചെയ്യും. വെരി ഗുഡ്. അപ്പൊ അതെന്ന് വെച്ചാൽ റീചാർജ്, എന്റെ ഒരു റീചാർജ് ചെയ്യാന്നുള്ളത്. അപ്പൊ എനിക്ക് ഇങ്ങനെ ക്ലാസ്സുകൾ കേൾക്കും തോറും ഞാനിങ്ങനെ ചാർജ് ആയിക്കൊണ്ടിരിക്കും. കാരണം നമ്മുടെ ചുറ്റുവട്ടവും 99% നെഗറ്റീവ്സാ മൊത്തം യെസ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അപ്പൊ ഇതുപോലത്തെ ക്ലാസ്സുകൾ കിട്ടിയാൽ ഞാൻ ഹിന്ദിയിലാണെങ്കിൽ ദീപക് ബജാജിന്റെ ക്ലാസ്സുകളൊക്കെ സ്ഥിരം അറ്റൻഡ് ചെയ്യുന്ന ആളാണ്, ദീപക് ബജാജ്. അപ്പം അദ്ദേഹത്തിന്റെ പിന്നെ ഈ റിച്ച് ഡാഡ് പുവർ ഡാഡ് പോലുള്ള പുസ്തകങ്ങളൊക്കെ ഞാൻ സ്ഥിരം വെരി വായിക്കുന്ന ഗുഡ്. നമ്മുടെ മാസ്റ്റർ ആണത്. പുവർ ഡാഡ് സാറേ യു ക്യാൻ എന്നുള്ള പുസ്തകം. യെസ് യെസ് യെസ്. അപ്പം അങ്ങനെ പിന്നെ ദീപക് ബജാജിന്റെ എങ്ങനെ കോടീശ്വരനാകാം, അപ്പൊ ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ ധാരാളം വായിക്കുന്നുണ്ട്. ഇത് രാവിലെയാണ് സാറ് പറഞ്ഞത്, 5:30 ആകുമ്പോഴാണ് വായിക്കുന്നത്. അതിനുശേഷം പിന്നെ നടക്കാനൊക്കെ പോകാറുണ്ട്. പക്ഷെ അവിടെയാണ് കുഴപ്പം. നിങ്ങളത് വായിക്കുന്നേ ഉള്ളൂ. ആ വായിക്കുന്നതിനെ എങ്ങനെയാണ് അടുത്ത തലാദയം പറഞ്ഞത്, എൻ്റെ ലൈഫിൽ ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഞാൻ നേടിയെങ്കിൽ ഈ പറയുന്ന സന്തോഷ് നായർ സാറിൻ്റെ ആ ഒരു 2-3 ദിവസത്തെ ക്ലാസ് എൻ്റെ ലൈഫിൽ പ്രാക്ടിക്കലി ഇതെങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത് എന്ന് പഠിപ്പിച്ച അദ്ദേഹമാണ്. അപ്പം അതാണ് ഞാൻ ഈ 2 ദിവസം നിങ്ങൾക്ക് നൽകുന്നത്. എന്നെ മാറ്റാൻ എൻ്റെ ശരിക്കും റോൾ മോഡൽ അദ്ദേഹമാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഞാൻ ലൈവ് ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ അദ്ദേഹത്തിനെ ശരിക്കും കോപ്പി പേസ്റ്റ് ചെയ്താണ് ഞാൻ ട്രെയിനിങ് തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോയത് വന്നതും. ഞാൻ മാർക്കറ്റിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു സാറേ. എനിക്ക് സ്വന്തമായിട്ടും ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അപ്പൊ ഞാൻ മാർക്കറ്റിംഗ് ഫീൽഡിലാണ്. അപ്പം പബ്ലിക്കിനെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ പ്രധാനപ്പെട്ട ഒരു ഏത് FMCG ആണോ? FMCG. അതെ സാറേ. അപ്പം ഞാൻ 22 വർഷം ആ മേഖലയിലെ മാനേജറായിട്ട് വർക്ക് ചെയ്ത വ്യക്തിയാണ്. LG, വിഗാർഡ്, മിസ്റ്റർ ബട്ട്ലേഴ്സ്, ഇലക്ട്രോണിക്സ്, ഫിലിപ്സ്, ഇനാൽസ, അങ്ങനെ കുറെ കമ്പനികൾ, 18 കമ്പനികൾ. ഡയറക്ട് സെല്ലിങ്ങിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം സ്വന്തമായിട്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുകയാണ്. വെരി ഗുഡ് വെരി ഗുഡ്. അപ്പം ഇതുപോലുള്ള ക്ലാസ്സുകളിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് ഒത്തിരി ഗുണം ചെയ്യും. കാരണം ഈ പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷന് ഭയങ്കര പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് ഞാൻ 2 ദിവസത്തെ ക്ലാസ്സിൽ ഇടുന്നത്. അതെ അപ്പം 199 രൂപ എന്നുള്ളതല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം 199 ലക്ഷം രൂപ എന്നുള്ള രീതിയിൽ ഞാൻ കണക്കാക്കുന്നത്. കാരണം അറിവുകളൊന്നും ചെറുതല്ല. കാരണം ചെറിയൊരു പോലും എന്നെ വളരെ സ്ട്രൈക്ക് ചെയ്യുന്നു. തീർച്ചയായിട്ടും. അതെ. അപ്പൊ അതുകൊണ്ട് സാറിന്റെ ഈ ക്ലാസ്സിന് വരാൻ പറ്റിയതിന്റെ ഭാഗ്യം, ദൈവാനുഗ്രഹം ഒന്ന് വിചാരിക്കുന്നു. താങ്ക് യു സാർ. താങ്ക് യു. അടുത്താരാണ്? എന്റെ പേര് ഒരു മിനിറ്റ്. ആരായിരുന്നു? രമ്യയാണോ? രമ്യയാണോ സംസാരിച്ചേ? അവിടുത്തെ നെറ്റ് ബ്രേക്ക് ആയതാണെന്ന് തോന്നുന്നല്ലോ. കിട്ടുന്നുണ്ടോ? നെറ്റ് ഇച്ചിരി പ്രശ്നമാണ്. എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. പറഞ്ഞു. സാർ, എന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മുടെ ലൈഫ് ആകുമ്പോൾ എന്തായാലും നെഗറ്റീവ് സംഭവങ്ങൾ ഉണ്ടാവും. പക്ഷെ എനിക്ക് ഒരിക്കൽ സംഭവിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് സംഭവങ്ങളിൽ നിന്ന് ഇങ്ങനെ പുറത്തു വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. അതിങ്ങനെ മനസ്സിൽ കിടന്ന് ഭയങ്കരമായിട്ട് എൻ്റെ ഒരു സമയം കളയുന്ന ഒരു പരിപാടിയായി മാറുന്നുണ്ടത്. ഞാൻ വർക്കിംഗ് ആണ്. 2 മക്കളുണ്ട്. 2 പേരും ചെറിയ കുട്ടികളാണ്. ഒന്നിനും സമയമില്ല എന്നുള്ളൊരു അവസ്ഥയാണ് എൻ്റെത്. പക്ഷെ ഇങ്ങനെയുള്ള നെഗറ്റീവ് ഫീലിങ്സ് ആ നെഗറ്റീവ് സാധനത്തിന് ഒരു 7 മിനിറ്റ് അല്ല ഒരു 3 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ മാറ്റി തന്ന എന്നായി
ഏ സാറിന് കോടി പുണ്യം കിട്ടും. ഇതൊക്കെ ഞാൻ ഇട്ട് തരാം. ഒരു NLP മെത്തേഡാണ്. ഞാൻ എൻ്റെ വീഡിയോ ഇട്ട് തരാം. നാളെ കഴിഞ്ഞ് ഇട്ട് തരാം. ഇന്ന് ഇടുന്നില്ല, നാളെ കഴിഞ്ഞ് ഇട്ട് തരാം. അതും പ്രകാരം നിങ്ങളത് ചെയ്താൽ മതി. അത് ഞാൻ നിർദ്ദേശങ്ങൾ ആ കൂട്ടത്തിൽ തരാം കേട്ടോ. അത് ചെയ്താൽ മതി, മാറിക്കോളും. നെഗറ്റീവ് ആയിട്ടുള്ള മുന്നുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ. ചിലര് വണ്ടി ഓടിച്ചപ്പോൾ ആദ്യമേ പോയി വണ്ടി ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഡ്രൈവ് ചെയ്യത്തില്ല. പരീക്ഷാ ഭയം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അതേസമയം ജീവിതത്തിൽ ഒരു വലിയ അപകടം ഉണ്ടായി, അല്ലെങ്കിൽ ഒരാളുമായിട്ടൊരു ക്ലാഷ് ഉണ്ടായി, പിന്നീട് ആ ആളിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഡൗൺ ആവുന്നു. ഇങ്ങനെയൊക്കെ കിടക്കുന്ന സാധനങ്ങളെ നമുക്ക് ഒഴിവാക്കാനായിട്ടുള്ള മെത്തേഡ് ഞാൻ ഒരെണ്ണം തരാം. ഓക്കെ, അത് ധാരാളമാണ്. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. ശരി, അടുത്തയാള്. മാലതിയാണ് സാർ. പറഞ്ഞോളൂ മോളെ. ആ സാർ, ഞാനിവിടെ ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശരി. അപ്പോ ഞാൻ എന്താന്ന് വെച്ചാ, ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്, നമ്മുടെ ജീവിതത്തില് ഒരു മാറ്റം. നമ്മള് വെറുതെ നമ്മള് ജീവിച്ചു മരിച്ചു എന്നുള്ള അല്ലാണ്ട് നമ്മളെ തന്നെ ഒരു മനസ്സിലാക്കിയിട്ട് എന്താണ് നമുക്ക് സംഭവിക്കുക. ഈ പിന്നെ മാറ്റിവെക്കുക എന്ന് പറഞ്ഞ് കുറെ ലൈഫിൽ മിസ്സായി പോയി. അപ്പോ ഇപ്പൊ ഞാൻ മുന്നേ പറഞ്ഞ പോലെ സാറ് അവരൊക്കെ പറഞ്ഞ പോലെ നമ്മൾ എന്താഗ്രഹിക്കണോ അത് ഞാൻ ഈ ഒരു തീവ്രമായിട്ട് ഞാൻ തേടിക്കൊണ്ടിരിക്കും. ഇതിനെങ്ങനെ നമ്മളിത് ഈ റൂട്ടിലേക്ക് എങ്ങനെ നമ്മൾ വരും, നമ്മൾ എങ്ങനെ ഇതിലേക്ക് അങ്ങോട്ട് നമ്മൾ ഇതിലേക്ക് എത്തും, നമുക്കൊന്നും അറിയില്ലല്ലോ. ഞാൻ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞ സാറിന്റെ ഈ ഇതൊരു കാണുന്നത്. അത് ഞാൻ ശരിക്കും പറഞ്ഞ നമ്മൾ പറയില്ല, നമുക്ക് പ്രപഞ്ചം നമ്മൾ എന്തിനെ തേടുന്നു അത് നമുക്ക് അത് ഉണ്ടാക്കി തരും. അത് ഞാൻ ശരിക്കും വിശ്വസിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ശരിക്കും ഞാൻ ഇതങ്ങനെ എന്റെ ജീവിതത്തില് 100% ഫോളോ ചെയ്ത് അത് ട്രൈ അല്ല ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്യും. ഐ ക്യാൻ ആ വാക്കിൽ തന്നെ ഇപ്പൊ മാറ്റം വരുത്തിയത് കണ്ടോ. നമ്മൾ അറിയാതെ പറഞ്ഞു വരാൻ പോകുന്ന ട്രൈ വരിക, പക്ഷെ അന്നേരം തന്നെ നമ്മൾ മാറ്റിയില്ലേ. അതെ, മാറ്റി. അത് എന്താ പറയാ, കോടി നമസ്കാരം. എന്താ പറയാ, ഈ മാറ്റത്തിന് സാറിന്റെ രൂപത്തില് ഞങ്ങൾക്ക് തന്നതിനും അത് ഞങ്ങളെ സക്സസ് വി ക്യാൻ വിൽ എന്നല്ലേ സാർ പറഞ്ഞ, അത് നമ്മള് ഞാൻ എന്റെ ഈ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ, ഇപ്പൊ ഈ ഒരു 199 രൂപയുടെ ഈ ഒരു കോഴ്സ് വെച്ചത് തന്നെ അതിന് വേണ്ടിയിട്ടാണ്. ഒരു 1,00,000 മലയാളികളെ എങ്കിലും ജീവിതത്തിൽ തിരിച്ചറിവിലൂടെ പരിവർത്തനത്തിന് സഹായമായി മാറാനായിട്ട് എന്താണോ എനിക്ക് നൽകാൻ പറ്റുന്നത്. അപ്പൊ എന്റെ ഈ കോഴ്സ് എന്താണെന്ന് ആദ്യമേ തന്നെ ഇതിന്റെ ഫീസ് ഇത്രയാണ്, ഇത്ര ദിവസത്തെ കോഴ്സാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ഉൾക്കൊള്ളാനായിട്ട് തന്നെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു 4 ദിവസം മിനി വർക്ക്ഷോപ്പ് തന്നെ വെച്ചത്. അപ്പൊ നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് എന്നെ അറിയാനും പരിചയപ്പെടാനും എൻ്റെ കോഴ്സിനെ കുറിച്ച് മനസ്സിലാക്കാനും തീർച്ചയായിട്ടും മുന്നോട്ടേക്ക് തുടർ ക്ലാസ്സുകളിൽ പങ്കെടുക്കേണ്ടവർക്ക് പങ്കെടുക്കാം. അല്ലാത്തവർക്ക് 4 ക്ലാസ് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ കൊണ്ട് ലൈഫിനെ ടെസ്റ്റ് ചെയ്യിക്കാനും സഹായകരമാകട്ടെ എന്ന് എഴുതിയിട്ടാണ്. അപ്പൊ എല്ലാവരെയും തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു വി ക്യാൻ വി വിൽ എന്നുള്ള ആ ഒരു സന്ദേശം മറക്കണ്ട. ഉറപ്പായിട്ടും നിങ്ങൾക്ക് സാധിക്കും. നമ്മളത് ചെയ്യും. ഓക്കെ, താങ്ക് യു. അടുത്താരാണ്? 2 മിനിറ്റ് കൂടെ, കാരണം എനിക്ക് നവരത്നയുടെ ഇന്ന് 8ാമത്തെ ദിവസത്തെ ക്ലാസ്സിന്റെ 7ാമത്തെ ദിവസത്തെ ക്ലാസ്സിന്റെ ലൈവ് സെഷൻ ഇത് കഴിഞ്ഞ ഉടനെ 8:30 നവരത്ന എന്ന് പറയുന്നത്, അതായത് നിങ്ങളുടെ ഇതിൽ തുടരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് 90 ദിവസത്തെ ഒരു കോഴ്സാണത്. അത് ലൈഫ് ലോങ് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഓഡിയോ ക്ലാസ്സുകളല്ല, എല്ലാം ലൈവ് സൂം ക്ലാസ്സുകളാണ്. ആഴ്ചയിൽ ഒരു സൂം ക്ലാസ്, ഒപ്പം തന്നെ സൂമിൽ ഇങ്ങനെ ഡിസ്കഷൻ ഉണ്ടാവും, ഡെയിലി ടാസ്കുകൾ ഉണ്ടാവും. ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഡെയിലി ഒരു ടീമായിട്ട് മുന്നോട്ടേക്ക് പോകാനുള്ളൊരു സിസ്റ്റമാണ് അത്. 90 ദിവസത്തെ എന്നുള്ളതല്ല, ലൈഫ് ലോങ്. അതിങ്ങനെ 12 ക്ലാസ്സുകൾ 12 ആഴ്ചകളിലായിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് പിന്നീട് അടുത്ത വീണ്ടും 1 തുടങ്ങും, 12 വരും, വീണ്ടും 1 വരും, 12 വരും. അങ്ങനെയാണ് അത് പോകുന്നത്. അപ്പം സാറേ, ഒരു മിനിറ്റ് കേൾക്കാവോ? ആരായിരുന്നു? ഹിതേഷാണ്. ഹിതേഷ് പറയൂ. താങ്ക് യു സോ മച്ച്. ഇതൊരു നല്ലൊരു ഇതായിരുന്നു, സ്റ്റാർട്ടിങ് ആയിരുന്നു. ഹിതേഷ് എന്തൊക്കെയാ, സുഖല്ലേ? ഞാൻ ഇങ്ങനെ പറഞ്ഞ നവരത്നയിലും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരാളാണ്.
ആ മീൻസ് ആഡ് ശരിയാണല്ലോ. ഹിതേഷ് ചെയ്തതാണ്. ആദ്യം നവരത്നയിലാണ് ജോയിൻ ചെയ്തത് അല്ലേ? ആദ്യം നവരത്നയിലാണ് ജോയിൻ ചെയ്തത്. ഓക്കെ അപ്പൊ ഓക്കെ. ഇതൊരു തുടക്കം എന്നുള്ളതിൽ നല്ലൊരു എന്താ പറയണ്ടേ എനർജി ബൂസ്റ്റ് ചെയ്യുന്ന പോലത്തെ ഒരു സ്റ്റാർട്ടപ്പ് ആണ് കിട്ടിയത്. മെയിൻലി ഇപ്പം ഞാൻ നാളെ മുതലുള്ള ടൈമിംഗ് ഒന്ന് അഡ്വാൻസ് ആയിട്ട് പറയാൻ പറ്റുകയാണെങ്കിൽ ഉപകാരമായിരുന്നു. കാരണം വെച്ചാല് ഡ്യൂട്ടിക്കൊക്കെ ഇടയിൽ ഇല്ല ഇല്ല ഇതേപോലെ ഇല്ല ഇല്ല, ഇതിപ്പോ ഞാൻ 7 മണിക്ക് ഞാൻ ചെയ്യുന്നത്. ഇനി നമ്മുടെ ക്ലാസ്സുകളൊക്കെയും 8 മണിക്ക്, നാളെ 8 മണിക്ക് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാവും വാട്സാപ്പ് ഗ്രൂപ്പിൽ. ആ ആ ഡിസ്കഷൻ 8 ഗ്രൂപ്പിൽ മണിക്ക് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ കഴിഞ്ഞാൽ നേരെ നാളത്തെ ക്ലാസ് ഇട്ട് തരും. ഇന്ന് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിപ്പോ 8:30 ബാച്ചിന് കയറും. ഞാനിപ്പോ തന്നെ ചിലപ്പോൾ ക്ലാസ് ഇട്ടെന്ന് വരിക, അല്ലെങ്കിൽ ചിലപ്പോൾ ഓഫീസിൽ നിന്ന് ഇട്ട് തരും അവര്. ഫസ്റ്റ് ഡേ ക്ലാസ് നിങ്ങൾക്ക് ഓക്കെ ഇട്ട് തരും. നിങ്ങളത് ഫോളോ ഓക്കെ ചെയ്യുക, കേൾക്കുക, ഓക്കെ ആവർത്തിച്ച് കേൾക്കുക. തീർച്ചയായിട്ടും എന്നിട്ട് ഗ്രൂപ്പിൽ നിങ്ങൾ ഫീഡ്ബാക്കും തരിക ഇന്ന് തന്നെ. ഞാൻ ഈ സെഷൻ കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും രാത്രിയിൽ ഇനി എത്ര താമസിച്ചാലും ഞാൻ ഗ്രൂപ്പിൽ വരും. നിങ്ങൾക്ക് നാളെ വെളുപ്പിനെ തീരേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ഇട്ട് തന്നിട്ടേ ഞാൻ കിടക്കുള്ളൂ. തീർച്ചയായിട്ടും ഫോളോ ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഓക്കെ അപ്പൊ താങ്ക് യു. നമുക്ക് നവരത്നയിൽ കാണാം. ഓക്കെ തീർച്ചയായിട്ടും ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഓക്കെ ഓക്കെ, വേറെ ആരാണുള്ളത്? നമുക്കെന്നാ ഫിനിഷ് ചെയ്യാം. ആർക്കൊന്നും ചോദിക്കാനില്ലെങ്കിൽ ഇനി ഇതുപോലെ സൂം ഡിസ്കഷൻ ചോദിക്കാനുണ്ട്. ഉണ്ടാവുന്നത് 4ാമത്തെ ദിവസം ഉണ്ടാവുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം നമ്മുടെ ഓഡിയോയിലായിരിക്കും ഇന്നത്തെ ഡിസ്കഷൻസും കാര്യങ്ങളും. നമ്മുടെ ആ ഗ്രൂപ്പിന്റെ അകത്ത് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ട് ഓഡിയോ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ മെസ്സേജ് ഇട്ട് ചോദിക്കാം. ഓക്കെ അഹമ്മദ്, ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. സാറ് എന്തോ ഡിസ്കസ് ഗ്രൂപ്പിൽ ചോദിച്ചു കഴിഞ്ഞാല് പിന്നെ അതിൽ ചോദിക്കാറ് ഡൗട്ടുകളൊക്കെ. ആ ഗ്രൂപ്പിൽ ചോദിക്കാം, ഉറപ്പായിട്ട് ചോദിക്കാം. ആ ഓഡിയോ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓഡിയോ ഇട്ടാൽ മതി, നോ പ്രോബ്ലം. ആയിക്കോട്ടെ. ഓക്കെ, താങ്ക് യു. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. കാരണം ഇത്രയും പേര് സജീവമായിട്ട് ഈ മീറ്റിങ്ങിൽ വന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു. ഞാൻ ഇതിൻ്റെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും മറ്റും ഇന്നത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ റെക്കോർഡിങ്ങും കൂടി ഇട്ട് തരാം. ഇപ്പോൾ ഉടനെ കിട്ടില്ല, നാളെ രാവിലെയോ അല്ലെങ്കിൽ ഇന്ന് രാത്രിയിലോ ലേറ്റ് ആയിട്ടാണെങ്കിൽ ഞാൻ ഇട്ട് തരാം. ക്ലാസ് ഇപ്പം തന്നെ ഇട്ട് തരാം, ഞാൻ ഓഫീസിൽ നിന്ന് പറയാം. താങ്ക് യു വെരി മച്ച്. എനിക്ക് 8:30 അങ്ങപ്പുറത്ത് തുടങ്ങേണ്ടതുകൊണ്ടാണ്. ബൈ ബൈ. എല്ലാവരും ആക്റ്റീവ് ആയിരിക്കണം, ഗ്രൂപ്പിൽ സജീവമായിരിക്കണം. നമുക്കൊരു ടീമായിട്ട് പോകണം. ഐ ക്യാൻ ഐ വിൽ, യു ക്യാൻ യു വിൽ, വി ക്യാൻ വി വിൽ.